യെസ്, നമ്മള് ഇന്ന് ഫിസിക്സ് ആണ് എടുക്കുന്നത്. ഫിസിക്സില് നീറ്റില് നമുക്ക് 28 ചാപ്റ്ററുകളുണ്ട്. അപ്പൊ അതിലത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, +1 ടോപ്പിക് ആണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയും. കേട്ടിട്ടില്ലേ? ആദ്യം ന്യൂട്ടന്റെ ലോസ് ആണ് പറയണേ. അതിലെ ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ unless it is compelled by an external unbalanced force. അതിന്റെ ആവശ്യമില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ലോ ആണത്. രണ്ടാമത്തെ ലോ ആണ് നമ്മൾ പറയാൻ പോണേ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് the force is acting on a body is directly proportional to rate of change of momentum. കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. Force is directly proportional to rate of change of momentum. അതായത് ഒരു ബോഡിയുടെ മൊമെന്റത്തിന്റെ ചേഞ്ചിന്റെ റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഈ ലോയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള യൂസ് ചെയ്യുന്ന ലോ. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മകളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം വെച്ച് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് റേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൊമെന്റത്തിനെ ടൈം വെച്ച് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dp/dt. ഇതാണ് അയാളുടെ സെക്കൻഡ് ലോ. F ഈസ് പ്രൊപ്പോർഷണൽ ടു dp/dt. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോയിട്ട് ഈക്വൽ സൈൻ വരുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ഇട്ടിട്ടുണ്ട്. ഈക്വൽ സൈൻ ഇടുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കോൺസ്റ്റന്റ് വാല്യൂ 1 ആണ്. അപ്പോ F ഈസ് ഈക്വൽ ടു dp/dt എന്ന് കിട്ടും. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. സോ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു മൊമെന്റത്തിന്റെ ടൈം വെച്ച് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. F ഈസ് ഈക്വൽ ടു dp/dt. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇത് നോട്ട് ചെയ്യണം. ഈ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവാം. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. കേട്ടോ, അടുത്തേക്ക് പോവാം. F ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് dp/dt എന്നാണ്. ഈ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. സോ F ഈസ് ഈക്വൽ ടു d/dt ഓഫ് ആ മൊമെന്റത്തിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മാസ് ഇൻറ്റു വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, mv. ഇതിൽ m കോൺസ്റ്റന്റ് ആണ്. നമുക്ക് മാസ് മാറുന്ന സിനാരിയോസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ തൽക്കാലം m കോൺസ്റ്റന്റ് എടുക്കാം. അപ്പൊ m കോൺസ്റ്റന്റ് ആണെങ്കിൽ മക്കളെ F ഈസ് ഈക്വൽ ടു m നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫറൻസിയേഷൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ m ഡിഫറൻസിയേഷൻ പുറത്ത് വരുമ്പോൾ m പുറത്ത് വന്നു, ബാക്കി dv/dt. dv/dt എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആക്സലറേഷൻ ആണ്. സോ F ഈസ് ഈക്വൽ ടു ma. F ഈസ് ഈക്വൽ ടു m എന്ന് കിട്ടും. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ തന്നെയാണ്. F ഈസ് ഈക്വൽ ടു ma. വെക്ടോറിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ വെക്ടർ. അപ്പൊ F വെക്ടർ ഈക്വൽ ടു ma വെക്ടർ. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻസിൽ തന്നെ ഈ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു F/m. ഇപ്പൊ സപ്പോസ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ആൻഡ് മാസ് ഈക്വൽ ടു 2 കിലോഗ്രാം ആണെങ്കിൽ മക്കളെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 10/2 F/2, അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് ആക്സലറേഷൻ. അത്രയ്ക്കും ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാം, അതിൽ ചോദിക്കാം. ഇനി അതേപോലെ വെക്ടോറിക്കൽ തരാം. ഇപ്പൊ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 2i പ്ലസ് 5j തന്നു. വെറുതെ വെക്ടറിൽ ഐയും ജെയും തരുന്നു, നമ്മൾ പേടിക്കണ്ട. F ഈസ് ഈക്വൽ ടു 2i പ്ലസ് 5j തരുന്നു ആൻഡ് മാസ് ഈസ് ഈക്വൽ ടു 2 കിലോഗ്രാം. ഫൈൻഡ് ആക്സലറേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഫൈൻഡ് ആക്സലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആക്സലറേഷൻ A ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്, അതായത് ഫോഴ്സ് എത്രയാ, 2i പ്ലസ് 5j ബൈ മാസ് 2. സോ ആക്സലറേഷൻ A ഈക്വൽ ടു 2/2 1i പ്ലസ് 5/2j. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആ കൂടി പറഞ്ഞ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, F ഈക്വൽ ടു dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആൻഡ് F ഈസ് ഈക്വൽ ടു ma. ഏതാ പറയണ്ടേ? ഓക്കെ, അതായത് F ഈസ് ഈക്വൽ ടു മക്കളെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F ഈസ് ഈക്വൽ ടു എന്താ, dp/dt. അതറിയോ? F ഈക്വൽ ടു dp/dt. മൊമെന്റത്തിനെ ടൈം വെച്ച് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. F ഈക്വൽ ടു dp/dt. ഓക്കെ, ഈ P എന്ന് പറയുന്നത് മൊമെന്റം. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടാവും, മാസ് ഇൻറ്റു വെലോസിറ്റി. അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും മൊമെന്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ F ഈസ് ഈക്വൽ ടു d/dt ഓഫ് മക്കളെ മൊമെന്റത്തിന് പകരം എന്ത് എഴുതാം, മൊമെന്റത്തിന് പകരം mv എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇല്ല. ഇതിന് മാസ് എന്താണ്, മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം.
അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക? ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്താ? ഡി വി ബൈ ഡി ടി വെലോസിറ്റി ബൈ ടൈം, അതായത് വെലോസിറ്റിയുടെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാരാ? അത് ആക്സിലറേഷൻ ആണ്. അപ്പൊ എഫ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? എം എന്ന് എഴുതാം. കുഴപ്പമുണ്ടാവും? ഇതില് എഫ് ഈക്വൽ ടു എം എ എന്നൊക്കെ യെസ്. ഇതിൽ നിന്ന് ആക്സിലറേഷൻ എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ബൈ മാസ് എന്ന് എഴുതാം. ആക്സിലറേഷൻ എ ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാം. ആക്സിലറേഷൻ എ ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. അപ്പൊ ഫോഴ്സ് നമുക്ക് തരികയാണ്. ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കാണ് കേട്ടോ. ഇപ്പൊ 10 I ക്യാപ് പ്ലസ് 2 J ക്യാപ് എന്ന് തരുന്നു. ആൻഡ് മാസ് ഈസ് ഈക്വൽ ടു 2 കിലോഗ്രാം എന്ന് തരുന്നു. ഫൈൻഡ് ആക്സിലറേഷൻ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആക്സിലറേഷൻ എ ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് എഫ് ബൈ എം. മക്കളെ എഫ് എത്ര തന്നങ്ങനെ? 10 I ക്യാപ് പ്ലസ് 2 J ക്യാപ് ബൈ മാസ് എത്രയാ? മാസ് 2. മക്കളെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യാ? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. 10/2 എത്രയാ? 10/2 5 I ക്യാപ് പ്ലസ് 2/2 എത്രയാ? 1 J ക്യാപ്. അടുത്തേക്ക് പോകട്ടെ? ഓക്കെ യെസ്, അടുത്ത് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഈ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ലോസ് ഓഫ് മോഷൻ പ്ലസ് വണ്ണിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. ഞാനൊരു ഭയങ്കര വലിയ സാഹസത്താണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ലോസ് ഓഫ് മോഷൻ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ സിനാരിയോ. രണ്ടാമത്തെ നോക്കുക, അടുത്തേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കട്ട. എഫ് ഈസ് ഈക്വൽ ടു നോക്കൂ ഡി പി ബൈ ഡി ടി എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാവരും കാണണം. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. മക്കളടാ എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്. മക്കളടാ മൊമെന്റത്തിന് പകരം എന്ത് എഴുതാം? മൊമെന്റത്തിന് പകരം മാസിന്റെ വെലോസിറ്റി എഴുതാം. പറ്റില്ലേ? പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, മാസിന്റെ വെലോസിറ്റി എഴുതാം. ശരിക്കും നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞവരാ, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാ. ഈ ഡിഫറൻസിയേഷനിൽ ഒരു പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അത് ചോദിച്ചാൽ പെട്ടു, നമ്മളെല്ലാവരും പെടും. ഡിഫറൻസിയേഷനിൽ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അപ്പൊ എം ഇൻറ്റു വി എന്ന് പറയുന്നുണ്ട് അവിടെ. എം ഇൻറ്റു വി. ഈ എം ഇൻറ്റു വി എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷനിൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് റൂള് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് കേൾക്കുക. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? ഫസ്റ്റ് എഴുതിയിരിക്കുന്ന എം ആണ്. ഈ എമ്മിനെ നമ്മൾ ഇറക്കി എഴുതാം. എം ഇൻറ്റു രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് റൂള് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എമ്മിനെ ഇറക്കി എഴുതി വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി വി ബൈ ഡി ടി പ്ലസ് തിരിച്ചു ചെയ്യുക. തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബീനെ ഇറക്കി എഴുതാം. ബീനെ ഇറക്കി എഴുതി ഫസ്റ്റ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി എം ബൈ ഡി ടി. ഇതാണ് പ്രൊഡക്റ്റ് റൂള്. അപ്പൊ ഫസ്റ്റ് ആളെ നമ്മൾ ഇറക്കി എഴുതി, എമ്മിനെ ഇറക്കി എഴുതി, രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. പ്ലസ് തലതിരിക്കുക. രണ്ടാമത്തെ ഇറക്കി എഴുതാ, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് അറിയാമെന്ന് വിചാരിക്കണം കേട്ടോ. കേട്ട് പരിചയമുണ്ടോ പ്രൊഡക്റ്റ് റൂള്? ഇല്ലേ? അപ്പൊ എഫ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഐറ്റം എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കിട്ടും. എഫ് ഈക്വൽ എന്താ നമ്മൾ പഠിച്ച? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതിയാ? എഴുതിയില്ലേ? മൊമെന്റത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? മൊമെന്റത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? മാസിന്റെ വെലോസിറ്റി എഴുതാം. എം ബി. അത് എഴുതാൻ പറ്റുമോ? പറ്റും. അപ്പൊ എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി പ്രൊഡക്റ്റ് റൂൾ അറിയാത്തവര് ശ്രദ്ധിക്കാട്ടാ. പ്രൊഡക്റ്റ് റൂൾ അറിയാത്തവര് ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ആരാ? ഫസ്റ്റത്തെ ഫംഗ്ഷൻ മക്കളെ പറയണം. ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? മാസ് അല്ലെ? അപ്പൊ മാസിനെ അതേപോലെ തന്നെ എഴുതാം. ഇൻറ്റു വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ആളാരാ? വെലോസിറ്റി. അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? ഡി വി ബൈ ഡി ടി. കുഴപ്പമുണ്ട? അപ്പൊ ഫസ്റ്റത്തെ അതേപോലെ എഴുതി, രണ്ടാമത്തെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റത്തെ മാസ് അതേപോലെ എഴുതി, രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലസ് ചെയ്യുക. എന്നിട്ട് തലതിരിച്ച് എഴുതുക. അതായത് നമ്മളിപ്പോ ആദ്യത്തോനെ എഴുതി, രണ്ടാമത്തോനെ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി തലതിരിക്കി രണ്ടാമത്തോനെ എഴുതുക. രണ്ടാമത്തോനെ വി. വീനെ അതേപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പോ ഇത് ക്രാഷ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഇങ്ങനെ കിട്ടും. അതില് ഡി വി ബൈ ഡി ടി ആരാ മക്കളെ? ഡി വി ബൈ ഡി ടി ആരാ? വെലോസിറ്റി ബൈ ടൈം. ഏരിയ. നീ എന്നെ ആക്സിലറേഷൻ. യെസ്, നീ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്സിലെ ബുദ്ധിമുട്ടാക്കല്ലേട്ടാ. യെസ്, അപ്പോ ആക്സിലറേഷൻ. യെസ്, അപ്പൊ എന്നെ വേണ്ടി വെരി ഗുഡ് കേട്ടാ. അപ്പോ ഡി വി ബൈ ഡി ടി ആക്സിലറേഷൻ ആണ്. ബാക്കി എന്താ മക്കളെ അവിടെ? ബാക്കി അവിടെ എന്താ എഴുതുന്നത്? വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. ശരിയാണോ? വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. ചില പ്രോബ്ലങ്ങളില്
ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് ഈ ഭാഗം എടുക്കേണ്ടി വരും. അപ്പൊ ഫോഴ്സ് എഫ് ഈക്വൽ ടു വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് ചില പ്രോബ്ലങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ ആ പ്രോബ്ലങ്ങളിലെ 2-3 സിനാരിയോസ് പറഞ്ഞുതരാം. അതായത് ഒരു കൺവെയർ ബെൽറ്റ്, ഇതൊക്കെ ബേസിക് എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, ഒരു കൺവെയർ ബെൽറ്റ് നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ കാണുന്നില്ലേ കൺവെയർ ബെൽറ്റ്, വലിയ വലിയ ഫാക്ടറീസിലൊക്കെ കാണാം കൺവെയർ ബെൽറ്റ് ഉണ്ട്. മക്കളെ ഈ കൺവെയർ ബെൽറ്റ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റി ഇപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ആരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൺവെയർ ബെൽറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് എന്ത് വന്നു വീണുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് മാസ് ഇങ്ങനെ വന്നു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എയർപോർട്ട് ആണെങ്കിൽ പെട്ടികൾ, ലഗേജുകൾ ഇങ്ങനെ വന്നു വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ലഗേജുകൾ വന്നു വീഴുമ്പോ ഈ വന്നു വീഴുന്ന റേറ്റ് അവർ തരും. അതായത് ഇത്ര കിലോഗ്രാം വെച്ച് വന്നു വീഴുന്നുണ്ട് എന്നവർ പറയും. ആ റേറ്റ് ആണ് ഡി എം ബൈ ഡി ടി. അപ്പൊ ഡി എം ബൈ ഡി ടി എന്നുള്ള റേറ്റില് ലഗേജുകൾ, മാസ്, ഇതിപ്പോ മണലാവാം, എന്തുള്ളാവാം, സാൻഡ് ആവാം, എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും ആവാം, അതിങ്ങനെ ബെൽറ്റിലേക്ക് വന്നു വീഴുണ്ടാവും ഡി എം ബൈ ഡി ടി റേറ്റില്. ആ ബെൽറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബെൽറ്റ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണ്ടാവും. എത്ര? 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യണ്ടാവും. എന്നിട്ട് അവർ നമ്മളോട് ഫോഴ്സ് ചോദിക്കും, എത്ര ഫോഴ്സ് ആണ് ഇവിടെ എന്ന് ചോദിക്കും. നമ്മള് ബേസിക് ആയിട്ടുള്ള ബേസിക് ഇക്വേഷൻ, നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ഇക്വേഷൻ ഫോഴ്സ് ഈക്വൽ ടു എത്രയാ? ഫോഴ്സ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ പഠിച്ചേ. അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു എന്ന് കാണുമ്പോൾ തന്നെ കുറച്ച് അറിവുള്ള, അതായത് കുറച്ച് അറിവുള്ള പിള്ളേർ അപ്പൊ തന്നെ എന്ത് എഴുതും? എം എന്ന് എഴുതും. എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഈ എ എന്ന് പറയുന്നത് ഏരിയ അല്ല, ആക്സിലറേഷൻ ആണ്. യെസ്, പ്ലീസ് നോട്ട് ദ പോയിന്റ്. യെസ്, അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റി എന്തുണ്ടാവണം മക്കളെ? വെലോസിറ്റി ഉണ്ടാവുന്ന ചേഞ്ച് ബൈ ടൈം, ഡി വി ബൈ ഡി ടി. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്തുണ്ടാവണം? ചേഞ്ച് ഉണ്ടായവർക്ക് എന്തുണ്ടാവുള്ളൂ? ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഇവർ പറയുന്നത് കൺവെയർ ബെൽറ്റിന് ആക്സിലറേഷൻ ഒന്നും ഇല്ല. കൺവെയർ ബെൽറ്റ് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ പ്രോബ്ലം ശ്രദ്ധിക്കണം. കൺവെയർ ബെൽറ്റ് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല മക്കളെ? അവിടെ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ എഫ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചു പോയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അവർ വിചാരിക്കണം അവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോണേ, അത് കാരണം എന്തില്ല, അവിടെ ആക്സിലറേഷൻ ഇല്ല. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷനിൽ 0 കൊടുക്കും. അങ്ങനെ എഫ് ഈക്വൽ ടു 0 എഴുതും. ആൻസർ തെറ്റായിരിക്കും. അപ്പൊ ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. എഫ് ഈക്വൽ ടു എം എ കൂടാതെ നോക്കടാ, എഫ് ഈക്വൽ ടു എം എ കൂടാതെ കണ്ട ഇവിടെ ഒരു പോർഷൻ കണ്ട, നമ്മൾ പണ്ട് എഴുതിയ ഇക്വേഷനിൽ എഫ് ഈക്വൽ ടു എം എ കൂടാതെ അപ്പുറത്തൊരു ഭാഗം കൂടി ഉണ്ടെന്നാ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പൊ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്യാം? ആപ്റ്റ് ചെയ്യാം. എഫ് ഈക്വൽ ടു വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. മക്കളെ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡി എം ബൈ ഡി ടി വരുന്നുണ്ട്. ഡി എം ബൈ ഡി ടി എല്ലാവരും നോക്കട്ടെ. അതായത് ഞാനിവിടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡി എം ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മാസ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാസ് ചേഞ്ച് ചെയ്യുന്ന കേസുകളിൽ പെട്ടികൾ വന്ന് കൺവെയർ ബെൽറ്റിലേക്ക് വന്നു വീഴുന്നു, മാസ് മാറുന്നു. ഒരു മണല്, സാൻഡ് വന്ന് കൺവെയർ ബെൽറ്റിലേക്ക് വന്നു വീഴുന്നു, മാസ് മാറിക്കൊണ്ടിരിക്കുന്നു. മാസ് മാറുന്ന കേസുകളിൽ നിങ്ങൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എം എ അല്ല, പകരം വി ഇൻറ്റു ഡി എം ബൈ ഡി ടി വേണം യൂസ് ചെയ്യാം. അപ്പൊ വെലോസിറ്റി ഫോഴ്സ് ഈക്വൽ ടു മക്കൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി അവർ തന്നിട്ട് 5 തന്നിട്ട് ഇൻറ്റു ഡി എം ബൈ ഡി ടി വന്ന് വീഴുന്ന റേറ്റ്. അതിപ്പോ തൽക്കാലം 2 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് വിചാരിക്കാം. അപ്പൊ 2 കിലോഗ്രാം പെർ സെക്കൻഡിൽ വന്ന് വീഴാണെങ്കിൽ വെലോസിറ്റി 5 ആണ്. ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. എം എ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട്. ആ സിനാരിയോ എപ്പോഴുണ്ടാവണേ? മാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉണ്ടാവണേ. മാസ് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴാ? ഈ കൺവെയർ ബെൽറ്റ് പോലുള്ള സാധനങ്ങളിലേക്ക് മണല്, മണ്ണ്, പെട്ടി, ഈ വെള്ളം ഇതൊക്കെ വന്ന് വീഴുമ്പോഴാണ് ഈ സാധനം ഉണ്ടാവുന്നത്. അടുത്തേക്ക് പോവാം. അടുത്തത് ന്യൂട്ടന്റെ തേർഡ് ലോ, എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം. അത് പ്രത്യേകിച്ച് ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ ആക്ഷനും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. സോ എവറി ആക്ഷൻ there is an equal and opposite reaction. എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. മക്കളെ ആരാണ് ആദ്യം ഉണ്ടാവുക? ആക്ഷൻ ആണോ റിയാക്ഷൻ ആദ്യം ഉണ്ടാവുക? പറ. ആക്ഷൻ, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. ആരാണ് ആദ്യം ഉണ്ടാവുക? ആക്ഷൻ ആണോ ഉണ്ടാവുക, റിയാക്ഷൻ ഉണ്ടാവുക? ആക്ഷൻ. യെസ്, വെരി ഗുഡ്. തെറ്റാണ്. അപ്പോ ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ് ഉണ്ടാവുക. ഏടാ, തെറ്റിക്കരുത്. ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ് ഫോം ചെയ്യുന്നത്. സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. എടാ, തെറ്റിക്കരുത്. അപ്പോ ആദ്യം ആക്ഷൻ ഉണ്ടാവുന്നു, പിന്നെ റിയാക്ഷൻ ഉണ്ടാവുന്നു എന്നല്ല. ആക്ഷൻ റിയാക്ഷൻ ഒരേ സമയത്താണ് ഉണ്ടാവുന്നത്. ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് പോവും.
അവർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ആക്ഷൻ റിയാക്ഷൻ ചെയ്തു പോവില്ല, ക്യാൻസൽ ചെയ്ത് പോവില്ല. ഡസ് നോട്ട് ക്യാൻസൽ വിത്ത് ഈച്ച് അതർ, ഡസ് നോട്ട് ക്യാൻസൽ വിത്ത് ഈച്ച് അതർ, ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ക്യാൻസൽ ചെയ്ത് പോവില്ല. ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് പോവില്ല. കാരണം ഇപ്പോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഞാൻ വെള്ളത്തിൽ നീന്തുമ്പോൾ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് വെള്ളത്തിനാണ്. ഞാൻ കൈ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് എന്ത് കൊടുക്കുന്നു, ഫോഴ്സ് കൊടുക്കുന്നു. സോ അതിനെ നിങ്ങൾ ആക്ഷൻ എന്ന് വിളിച്ചോ. അപ്പൊ ഞാൻ കൊടുക്കുന്നതാണ് ആക്ഷൻ. ഞാൻ എവിടേക്കാണ് കൊടുക്കണേ, ഞാൻ വെള്ളത്തിലേക്കാണ് കൊടുക്കണേ. റിയാക്ഷൻ, വെള്ളം എനിക്ക് തരുന്നതാണ് റിയാക്ഷൻ. വെള്ളം എന്നെ മുമ്പിലോട്ട് പുഷ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നീന്തി പോകുന്നത്, മുമ്പിലോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ വെള്ളത്തിലേക്ക് കൊടുക്കുന്ന ആക്ഷൻ ആണ്, വെള്ളം എനിക്ക് തരുന്നത് എന്താണ്, റിയാക്ഷൻ ആണ്. ഞാൻ കൊടുക്കുന്ന ആക്ഷൻ വെള്ളത്തിലേക്കാണ്, വെള്ളം തരുന്ന റിയാക്ഷൻ എന്റെ മേത്തേക്കാണ്. സോ ആക്ഷൻ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബോഡികളിലേക്കാണ്, വെവ്വേറെ ബോഡികളിലേക്കാണ്. ഞാൻ വെള്ളത്തിന് കൊടുക്കുന്നു, വെള്ളം എനിക്ക് തരുന്നു. ഞാനിപ്പോ തറയിൽ നിൽക്കുമ്പോൾ എന്റെ ആക്ഷൻ തറയ്ക്ക് കൊടുക്കുന്നു, റിയാക്ഷൻ എന്റെ മേത്തേക്ക് തരുന്നു. സോ ആക്ഷൻ ആക്ട് ചെയ്യുന്നത് തറയിലേക്കാണ്, റിയാക്ഷൻ വരുന്നത് എന്റെ മേത്തേക്കാണ്. സോ ആക്ഷൻ റിയാക്ഷനും വ്യത്യസ്ത ബോഡികളിലേക്ക് ആക്ട് ചെയ്യുന്നതാണ്. അവർ എന്ത് ചെയ്ത് പോകില്ല, ക്യാൻസൽ ചെയ്ത് പോകില്ല. ബിക്കോസ് ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെന്റ് ബോഡീസ്, ബിക്കോസ് ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെന്റ് ബോഡി. ഓപ്പല്ലോ. അപ്പോ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ആരാണ് ആദ്യം ഉണ്ടാവുന്നത്, രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവുന്നത്. ആക്ഷൻ റിയാക്ഷൻ മറ്റേ ടൈം ഉണ്ടാവുന്നത് സൈമിൾട്ടേനിയസ്ലി. ആക്ഷൻ റിയാക്ഷൻ ചെയ്തു പോകില്ല, ക്യാൻസൽ ചെയ്തു പോകില്ല. കാരണം അവർ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് എന്തിലേക്കാണ്, ബോഡിയിലേക്കാണ്. അടുത്ത് ഇനി പ്രശ്നമാണ് കേട്ടോ മക്കളെ, ഇമ്പൾസ്. നീറ്റുകാരും എല്ലാ എൻട്രൻസിന് പഠിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇമ്പൾസ്. ഇമ്പൾസ് എന്താ കേട്ടിട്ടുണ്ടോ? പ്ലസ് 1 പഠിച്ച ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുന്നില്ല, ഇത് കേൾക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇമ്പൾസ് എ വെരി ലാർജ് ഫോഴ്സ്, വളരെ വലിയൊരു ഫോഴ്സ്, എ വെരി ലാർജ് ഫോഴ്സ് ആക്ട്സ് ഓവർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്തേക്ക് എന്ത് ചെയ്യുക, വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്തേക്ക് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അതാണ് ഇമ്പൾസ്. വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്ത് ആക്ട് ചെയ്യുക. നമ്മൾ ഈ ചുറ്റിക കൊണ്ട് ആനയടിക്കുന്നത് ഇമ്പൾസ് ആണ്, എക്സാമ്പിൾ ആണ്. വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്തേക്ക് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതൊന്നും നമുക്ക് ചോദ്യം വരില്ല. ശ്രദ്ധിക്കുക, ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള 2-3 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു നമുക്ക് ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല, അറിയാത്തവർ ശ്രദ്ധിക്കുക. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ ഇമ്പൾസിന്റെ ഇക്വേഷൻ വരുന്ന മക്കളെ ഫോഴ്സ് ഇൻറ്റു എന്താണ്, ടൈം എന്നാണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ. സോ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റ് നമുക്ക് പിടിക്കാം. ആ ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എഴുതി. ടൈമിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ്, സെക്കൻഡ് ആണ്. സോ ഇമ്പൾസിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ന്യൂട്ടൺ സെക്കൻഡ്. അപ്പൊ ബേസിക് ഇക്വേഷൻ ആണ് മക്കളെ എഴുതിക്കണേ. ഇമ്പൾസ് ഈക്വൽ ടു മൂന്നാമത്തെ തവണ ഞാൻ എഴുതുന്നു, അല്ല മൂന്നാമത്തെ തവണ എഴുതുന്നു. ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഇമ്പൾസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ എന്ന് പറയുമ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇമ്പൾസിനൊപ്പം എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കണേ, വെക്ടർ എന്ന് വിളിക്കണേ. അപ്പോ ഇമ്പൾസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അവർക്ക് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനോട് ഈക്വലന്റ് ആണ്. ഈക്വലന്റ് ടു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്, അവിടേക്കാണ് ഇമ്പൾസ് ആക്ട് ചെയ്യുക. ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ഇമ്പൾസ് മുകളിലേക്കാണ്, ഫോഴ്സ് താഴേക്കാണെങ്കിൽ ഇമ്പൾസ് താഴേക്കാണ്. അപ്പൊ ഒറ്റ ഇക്വേഷൻ ഉള്ള മക്കളെ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഇന്ന് എടുത്ത ആദ്യത്തെ ടോപ്പിക്കിൽ പറഞ്ഞത് എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞത്. ഏത് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ഓർമ്മയുണ്ടോ? ഉണ്ട്. യെസ്, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഈ ഡി ടി എന്തിനാ, മൊമെന്റത്തിന്റെ ചേഞ്ച്, ടൈം ഡി ടി അല്ലെ. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. മക്കളുടെ ഈ ടൈമിൽ എടുക്കാം, ഈ ടൈമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ ബൈ ടൈം ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും, ഇൻറ്റു ടൈം വരും. സോ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി. അപ്പൊ എഫ് ഈ ഡി ടിനെ എടുത്തു. അപ്പൊ എഫ് ഇൻറ്റു ഡി ടി ആണ് എന്ത് മക്കളെ, ഡി പി. എഫ് ഇൻറ്റു ഡി ടി നോക്കൂ, ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം എന്താ, ഫോഴ്സ് ഇൻറ്റു ടൈം പറ. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ആണ്. അപ്പൊ എഫ് ഇൻറ്റു ടിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, ഇമ്പൾസ്. അപ്പൊ എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. സോ ഇമ്പൾസ് ഈക്വൽ ടു ഡി പി. വാട്ട് ഈസ് ഡി പി? ചേഞ്ച് ഇൻ മൊമെന്റം. ഡി പി എന്ന് പറയുമ്പോൾ മക്കളെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ പി എന്ന് പറയുന്നത് മൊമെന്റം, ഡി പി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഒന്നുകൂടി നോക്കുക. എഫ് ഈക്വൽ നമ്മൾ എന്ത് എഴുതി, എഫ് ഈക്വൽ ഡി ബൈ ഡി ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഡി ടിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ ബൈ ഡി ടി ആണ്, ഇവിടെ വരുമ്പോൾ ഇൻറ്റു ഡി ടി.
അപ്പൊ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു എന്ത് വരും? ഡി പി വരും. എഫ് ഇൻറ്റു ഡി ടി നമുക്ക് ഫോഴ്സ് ഇൻറ്റു ടൈം, ഇവിടെ ഫോഴ്സ് ഇൻറ്റു ടൈം ഇമ്പൾസ് എഴുതിയുണ്ട്. അപ്പൊ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഡി പി ആണ്. പി എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. പി എന്ന് പറയുന്നത് മൊമെന്റം. പി മൊമെന്റം ആണെങ്കിൽ ഡി പി എന്താണ്? ഡി പി ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇതിനെ നമ്മൾ ഇമ്പൾസ് മൊമെന്റം തിയറം എന്ന് വിളിക്കും. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇമ്പൾസ് മൊമെന്റം തിയറം പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതാണ് ഇമ്പൾസ് മൊമെന്റം തിയറം. അപ്പൊ എഫ് ഇൻറ്റു ഡി ടി ആണ് ഇമ്പൾസ്. വാ ഓടി നമുക്ക് ആസ്വദിക്കും. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഏതിലോ? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഏതിലോ? ഫസ്റ്റിലോ? സെക്കൻഡിലോ? ആ മക്കളെ ഡി ടിനെ എടുത്ത് മക്കളെ ഡി ടിനെ എടുത്തു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി. സംശയം എന്താ? എഫ് ഇൻറ്റു ഡി ടി ആരാ? എഫ് ഇൻറ്റു ഡി ടി. എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡി പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം തിയറം. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. മക്കളെ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ചേഞ്ച് എന്ന് പറയുമ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഇമ്പൾസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ചെയ്യുന്ന സമയത്ത് വെക്ടോറിക്കലി ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ഇമ്പൾസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. മുകളിൽ ഒരു ആരോ മാർക്ക് കാണുമെന്ന് വിചാരിക്കണോണ്ടാ, വെക്ടർ ആണ്. വെക്ടോറിക്കലി മൈനസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വെക്ടോറിക്കലി മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സാധാരണ നമ്പറുകൾ മൈനസ് ചെയ്യുന്ന പോലെ വെക്ടറിനും ചെയ്യാൻ പാടില്ല, മൈനസ് ചെയ്യാൻ പാടില്ല. അതിന് വളരെ ഗംഭീരമായിട്ടുള്ള 2-3 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതും എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്, അത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ശ്രദ്ധിക്കാം. കേസ് 1 ട്ടാ, ഇമ്പൾസ് ചോദിക്കൂട്ടാ. ഇമ്പൾസ്, അതേപോലെ കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇക്വിലിബ്രിയം, ഫ്രിക്ഷൻ, ഇങ്ങനെ 4-5 ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഇമ്പൾസിന്റെ പ്രോബ്ലം വളരെ ഗംഭീരമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. കേസ് 1 എടുക്കാം. കേസ് 1 എന്ന് പറയുമ്പോൾ എന്റെ കയ്യില് എം മാസ് ഉള്ള ഒരു ബോൾ ഉണ്ട്. എം മാസ് ഉള്ള ഒരു ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ബോൾ എന്ന് വിചാരിച്ചോ. ആൻഡ് ദിസ് എം മാസ് ഉള്ള ഒരു ബോൾ യു വെലോസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. യു വെലോസിൽ ട്രാവൽ ചെയ്തിട്ട് ഒരു പ്ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കോട്ട് ചെയ്യുന്നുണ്ട്, അതായത് പിടിക്കുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ഈ ബോളിനെ പിടിക്കുന്നുണ്ട്. മക്കളെ പിടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാവും? ഫൈനൽ വെലോസിറ്റി 0 ആവും. അപ്പോ യു വെലോസിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോളിനെ ഒരാൾ പിടിച്ചു നിർത്തുന്നു. അതാണ് സിനാരിയോ. കേസ് നമ്പർ 1. കേസ് നമ്പർ 1 ഞാൻ പടം വരച്ചു വെക്കുന്നുണ്ട്, ഡയലോഗ് ഒന്നും എഴുതുന്നില്ല. യു വെലോസിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോളിനെ ഒരാൾ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് അവിടെ ചോദിക്കുകയാണ് അവിടുത്തെ ഇമ്പൾസ് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഫോഴ്സ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, ഫോഴ്സോ ടൈമോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം തിയറി യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം വെക്ടർ മൈനസ് ഇനീഷ്യൽ മൊമെന്റം വെക്ടർ. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു പി എഫ് മൈനസ് പി ഐ. മക്കളെ ഫൈനൽ മൊമെന്റം, ഫൈനൽ വെലോസിറ്റി എത്രയാ നോക്കി. ആ ബോൾ റസ്റ്റിലെത്തി, ആ ബോൾ അവിടെ നിന്നു. അപ്പൊ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 0. മൊമെന്റം എന്ന് പറയുമ്പോൾ മാസിന്റെ വെലോസിറ്റി ആണ്, മൊമെന്റം. അപ്പൊ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 0, കാരണം ഫൈനൽ വെലോസിറ്റി 0 ആയി കാണുന്നുണ്ട്. മൈനസ് ഇനീഷ്യൽ മൊമെന്റം. വാട്ട് ഈസ് ഇനീഷ്യൽ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് m, ഇനീഷ്യൽ വെലോസിറ്റി u. സോ ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു mu. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇമ്പൾസ് ഈക്വൽ ടു മൈനസ് mu. ഇതാണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ. ഇമ്പൾസ് ഈക്വൽ ടു മൈനസ് mu. ചില പ്രോബ്ലങ്ങളിൽ മാഗ്നിറ്റ്യൂഡ് നമ്പർ മാത്രം ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ mu എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇമ്പൾസ് ഈക്വൽ ടു mu. മൈനസ് വേണം നിർബന്ധമില്ല, അത് ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസിൽ മൈനസ് mu ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി മൈനസ് mu എഴുതണം. ഇനിയിപ്പോ ഓപ്ഷനിൽ മൈനസ് mu ഇല്ല, വെറും mu മാത്രമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? mu എന്ന് എഴുതാം. അപ്പൊ ഒരു ബോള് നമ്മൾ പിടിച്ച് നിർത്തുന്നു, അങ്ങനെയാണ് ചോദിക്കുക. ഒരു ബോൾ പിടിച്ച് നിർത്തുന്നു, ഇത്ര വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഇത്ര ഗ്രാം ഉള്ള ഒരു ബോള് പിടിച്ച് ഒരാള് നിർത്തുന്നു, ഒരു പ്ലെയർ നിർത്തുമ്പോൾ ഇമ്പൾസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മക്കളെ, അതുകൂടി പറയണം. ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. മക്കളെ ഈ ടൈമിന് എടുത്തു കഴിഞ്ഞാൽ ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഈ ടൈമിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈമിന് എടുത്തു കഴിഞ്ഞാൽ ഇമ്പൾസ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഇമ്പൾസ് ബൈ ടൈം ചെയ്താൽ ഫോഴ്സ് കിട്ടും.
അപ്പോ ഇമ്പൾസ് കണ്ടെത്തിയിട്ട് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത ഫോഴ്സ് കിട്ടും. ഇപ്പൊ ഫോഴ്സിനെ കുറിച്ചാണ് അവർ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, ഇമ്പൾസ് കണ്ടുപിടിക്കുക. മക്കളെ ഈ കേസിൽ ഇമ്പൾസ് എത്രയാ? ഈ കേസിൽ ഇമ്പൾസ് mu എന്ന് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. mu ബൈ ടി, ഇമ്പൾസ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സും കിട്ടും. യെസ്. കേസ് നമ്പർ 2. ഈ കേസ് ശ്രദ്ധിച്ചോണ്ടാ, നിങ്ങൾ ശ്രദ്ധിക്കണം. കേസ് നമ്പർ 2. കേസ് നമ്പർ 2 നോക്കൂ. ഇതാണ് വളരെയധികം കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കേസാണിത്. ഒരു ചുമരുണ്ട്, ചുമരിലേക്ക് m മാസ് ഉള്ള ഒരു ബോഡി u വെലോസിറ്റിയിൽ വന്നിടിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഞാൻ വരയ്ക്കുന്നുണ്ട്. u വെലോസിറ്റിയിൽ വന്ന് അവിടെ ഇടിക്കുന്നു. ഇടിച്ചിട്ട് അത് തിരിച്ചു വരുന്നു, റീബൗണ്ട് ചെയ്യുന്നു വിത്ത് ദ സെയിം വെലോസിറ്റി u. അപ്പോ അങ്ങനെ പ്രത്യേക കഴിവുള്ള ഒരു ചുമരാണ്. വന്നിടിച്ചിട്ട് അതേ വെലോസിറ്റിയിൽ തിരിച്ചു വിടുന്നു. അപ്പൊ m മാസുള്ള ഒരു ബോഡി അവിടേക്ക് വന്ന് ഇടിക്കുന്നു, അതേപോലെ അതേ വെലോസിറ്റിയിൽ അതിനെ തട്ടി തിരിച്ചു വിടുന്നു. അവിടെ നിങ്ങളോട് ഇമ്പൾസ് എത്രയാണെന്ന് ചോദിക്കും. കണ്ടോ, നമ്മൾ പെട്ടു എന്ന് പറയാം. ഇമ്പൾസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്നാണ്. PF മൈനസ് PI. ഫൈനൽ മൊമെന്റം എത്രയാണ്? ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കട്ടെ, ഞാൻ ആൻസർ എഴുതുന്നില്ല, ഇവിടേക്ക് നോക്കാം. ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻടു വെലോസിറ്റി ആണ് ഫൈനൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം നിങ്ങൾ നോക്കിയേ. ഇനീഷ്യൽ മൊമെന്റം അതായത് ഈ ചുമരുമ്പിക്ക് തട്ടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചേ, മാസ് ഇൻടു വെലോസിറ്റി m ഇൻടു u തന്നെ. അപ്പോ വളരെയധികം പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനീഷ്യൽ മൊമെന്റം m ഇൻടു u തന്നെയാണ്, ഫൈനൽ മൊമെന്റവും m ഇൻടു u തന്നെയാണ്. കാരണം വെലോസിറ്റിയിൽ എന്തുണ്ടാവുന്നില്ല, ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോ അങ്ങോട്ട് തട്ടുന്നത് m ഇൻടു u മൊമെന്റം ആണ്, ഇങ്ങോട്ട് തട്ടുന്നതും എന്ത് തന്നെയാണ്, m ഇൻടു u മൊമെന്റം തന്നെയാണ്. അപ്പൊ ഒരു ചുമരുമിക്ക് ഒരു ചുമരുമിക്ക് എന്ത് ചെയ്യുന്നു? ഒരു ചുമരുമിക്ക് m മാസുള്ളൊരു ബ്ലോക്ക് u വെലോസിറ്റിയിൽ വന്നിടിച്ച് അതേ വെലോസിറ്റിയിൽ തട്ടി തിരിച്ചു വരുന്നു. സിനാരിയോ കിട്ടിയ? തട്ടുന്നതും u വെലോസിറ്റിയിലാണ്, തിരിച്ചു വരുന്നതും u വെലോസിറ്റിയിലാണ്. അപ്പോ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഇമ്പൾസ് ഈക്വൽ നമ്മൾ ചെയ്യേണ്ടത് ഇമ്പൾസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യണം. അപ്പൊ തട്ടി തിരിച്ചു വരുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് തട്ടി തിരിച്ചു വരുന്നത്. കൈ ശ്രദ്ധിക്കട്ടെ, ഇങ്ങോട്ടാണ് തട്ടി തിരിച്ചു വരുന്നത്. മക്കളെ ഇങ്ങോട്ട് എന്നുള്ളത് നെഗറ്റീവ് എക്സ് ആക്സ് ആണ്, ശരിയല്ലേ? തട്ടി തിരിച്ചു വരുന്ന മൊമെന്റം, തട്ടി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അത് നെഗറ്റീവ് എക്സ് ആക്സിലോട്ടാണ് തിരിച്ചു വരുന്നത്. അത് കാരണം കൊണ്ട് അവിടുത്തെ ഫൈനൽ മൊമെന്റം മൈനസ് mu എന്നിടണം. കുഴപ്പമുണ്ടോ? മൈനസ് mu. വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യണം. ഡയറക്ഷന് വളരെയധികം റോൾ ഉണ്ട്. അപ്പൊ തട്ടി തിരിച്ചു വരുമ്പോ മൈനസ് എക്സ് ആക്സിലോട്ടാണ് തിരിച്ചു വരുന്നത്. അത് കാരണം കൊണ്ട് മൈനസ് mu. പിന്നെ ഇവിടെ കാണുന്ന മൈനസ് കണ്ടോ, ഞാനിവിടെ വരയ്ക്കുന്നുണ്ട് ആ മൈനസ് അവിടെ. ഇനീഷ്യൽ മൊമെന്റം, മക്കളെ ഇനീഷ്യൽ മൊമെന്റം അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. അപ്പൊ അവിടുത്തെ മൊമെന്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ഇട്ടാ വെറുതെ എന്തിട്ടാ മതി, mu ഇട്ടാ മതി. അപ്പോ മൈനസ് mu മൈനസ് mu. മക്കളെ മൈനസ് mu എന്ത് വരും? മൈനസ് 2mu. സോ ഈ കേസിൽ ഇമ്പൾസ് ഈക്വൽ ടു മൈനസ് 2mu ആണ്. അവര് ഡയറക്ഷനെ കുറിച്ച് ചോദിക്കുന്നില്ലെങ്കിൽ, ഡയറക്ഷനെ കുറിച്ച് അവർക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എഴുതി കൊടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മൈനസ് ഒഴിവാക്കാം. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു 2mu. അപ്പൊ തട്ടി തിരിച്ചു വരുന്ന കേസുകളിൽ, ചുമരുമ്പ് തട്ടുന്നു അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരുന്ന കേസുകളിൽ മക്കളെ ഇമ്പൾസ് 2mu ആണ്. ചില ആൾക്കാർ 0 എന്ന് എഴുതി വയ്ക്കും. അത് മേജർ ആയിട്ടുണ്ടാവുന്ന ഒരു തെറ്റാണ്. കാരണം അവര് കാണുമ്പോ അവര് അങ്ങോട്ട് തട്ടാൻ പോകുന്നത് ഒരേ വെലോസിലാണ്, തട്ടി തിരിച്ചു വരുന്ന ഒരേ വെലോസിലാണ്. അപ്പൊ ചേഞ്ച് ഇല്ല എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമ്പൾസ് ഈക്വൽ എന്ന് വരും, ഇമ്പൾസ് ഈക്വൽ 2mu എന്ന് വരും. ഇനി ചിലപ്പോ അവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാനാവും ചോദിക്കുക. ഫോഴ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഈക്വൽ ടു ഇമ്പൾസ് ബൈ ടൈം ആണ്. ഇമ്പൾസ് ബൈ ടൈം അവർ തരൂട്ടാ, നിങ്ങൾ പേടിക്കണ്ട, ടൈം അവർ തരും. സോ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു, ഈ കേസിൽ ഇമ്പൾസ് 2mu ബൈ ടൈം t. അപ്പോ ശ്രദ്ധിച്ചേക്കണം, ഒരു ബോള് പോകുന്നു നിൽക്കുന്നു, ഇമ്പൾസ് എത്രയാ? നിൽക്കുന്നു mu. അപ്പൊ മനസ്സിലാക്കിട്ടാ, ബോൾ നിൽക്കുമ്പോ ഇമ്പൾസ് mu ആണ്. തട്ടിയിട്ട് അതേ വെലോസിറ്റി തിരിച്ചു വരുമ്പോ ഇമ്പൾസ് 2mu ആണ്. കേട്ടാ, 0 എന്ന് എഴുതി വെക്കരുത്, 2mu ആണ്. ഇനി അടുത്തൊരു
കേസ് വരുന്നത് കേസ് നമ്പർ 3. മക്കളെ കേസ് നമ്പർ 3 ഒന്ന് ശ്രദ്ധിക്കണം. കേസ് നമ്പർ 3 ഒരു ചുമരുണ്ട്. അവിടെ കുറച്ചുകൂടി വിജിലന്റ് ആവണണ്ട, നിങ്ങളുടെ കുറച്ചുകൂടി അറിവ് എനിക്ക് ഇവിടെ ആവശ്യമുണ്ട്. കേസ് നമ്പർ 3 ഒരു ചുമരുണ്ട്. ആ ചുമരിലേക്ക് എം മാസിൽ ഒരു ബോഡി യു വെലോസിൽ വന്ന് തട്ടുന്നു. എം മാസിൽ ഒരു ബോഡി യു വെലോസിൽ ചെരിഞ്ഞ് തട്ടുന്നു. ശ്രദ്ധിക്കണം, പ്ലീസ് നോട്ട് ദ പോയിന്റ്. ചെരിഞ്ഞിട്ടാണ് വന്ന് വീഴുന്നത്. ചെരിഞ്ഞ് തട്ടി അതേ ചെരിവിലൂടെ യു വെലോസിൽ തിരിച്ചു പോകുന്നു. സോ യു വെലോസിൽ അതേ എം മാസിലെ ബോഡി തിരിച്ചു പോകും. സോ ഇങ്ങനൊരു പ്രോബ്ലം നീറ്റിന് കുറെ തവണകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ ചെരിഞ്ഞു വന്ന് വീഴുന്നു, തട്ടുന്നു, തിരിച്ച് അതേപോലെ ചെരിഞ്ഞു പോകുന്നു. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ തരുന്നു. ഇവിടെ വേണമെങ്കിൽ ആംഗിൾ തരാം. ഇപ്പൊ ഞാൻ ഇവിടെ ആംഗിൾ പറയുന്നു. മക്കൾ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തന്നെയാണ് തീറ്റ. അപ്പൊ ഒരു ചെരിഞ്ഞു വീഴുന്നു, ആ ആംഗിൾ അവർ തരുന്നു. ഇങ്ങനെയുള്ള സിനാരിയോസ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കണ്ട, ചിന്തിക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കൂടെ നിന്നെങ്കിൽ എളുപ്പമായിരിക്കും. ചിന്തിക്കേണ്ടത് മക്കളെ ഇത് തീറ്റയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലയം വരച്ചു കഴിഞ്ഞാൽ ഇതും തീറ്റയായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടോ? ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് നമ്മൾ അതിനെ പറയാ. പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. അപ്പോ യു എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ചെരിഞ്ഞു നിൽക്കുന്നതാണ് യു. ഈ ചെരിഞ്ഞു നിൽക്കുന്ന ഏതൊരു വെക്ടറിനെയും നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ വി ക്യാൻ സ്പ്ലിറ്റ് എനി വെക്ടർ ഇൻ ടു 2 കമ്പോണന്റ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ തീറ്റ, കോസ് തീറ്റ. ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ പുതുക്കുക, ഇല്ലെങ്കിൽ കേൾക്കുക. ചെരിഞ്ഞു നിൽക്കുന്ന ഏതൊരു വെക്ടറിനെയും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണന്റുകളായിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, ഞാൻ അങ്ങനെയാണ് പിള്ളേരെ എളുപ്പത്തിൽ ഓർമ്മിച്ച് വെപ്പിക്കാൻ പഠിപ്പിക്കാറ്. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് കോസ് തീറ്റ ആയിരിക്കും. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് കോസ് തീറ്റ, മറ്റേ കമ്പോണന്റ് സൈൻ തീറ്റ. അങ്ങനെയാണ് വരിക. അപ്പോ ശ്രദ്ധിച്ചു വെക്കണം. ഒരു പ്രാവശ്യം ഞാനിത് വരയ്ക്കുന്നുണ്ട്. ഒരു ചുമരുമ്മയ്ക്ക് ഇങ്ങനെ വന്ന് വീണു. ഒരു ചുമരുമ്മയ്ക്ക് ചെരിഞ്ഞിട്ട് വന്ന് വീഴുന്നു. ഒരു ചുമരുമ്മയ്ക്ക് ഒരു ബോള്, എം മാസിൽ ഒരു ബോൾ ഇങ്ങനെ ചെരിഞ്ഞു വന്ന് വീഴുന്നു. ചെരിഞ്ഞു വന്ന് വീഴുന്നു, യു വെലോസിൽ വരുന്നു. ആ യു വെലോസിൽ വന്നിട്ട് ഇവിടെ ഒരു ആംഗിളിൽ വന്ന് വീഴുന്നു. തട്ടി അതേ യു വെലോസിൽ തന്നെ തട്ടി തിരിച്ചു പോകുന്നു. വിത്ത് ദ സെയിം ആംഗിൾ തീറ്റ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ഇവിടെ ഒരു പാരലൈൻ വരയ്ക്കുക. പാരലൈൻ ഒന്നുമില്ല, പാരലൈൻ വരയ്ക്കുന്നു. പാരലൈൻ വരയ്ക്കുമ്പോൾ ഇത് തീറ്റയാണെങ്കിൽ മക്കളെ ഇത് എന്താണ്? തീറ്റയാണ്. സംശയം എന്താ? ഇല്ല. യൂനെ, ഈ ചെരിഞ്ഞു നിൽക്കുന്ന യൂനെ ശ്രദ്ധിക്കട്ട. ചെരിഞ്ഞു നിൽക്കുന്ന ഈ യൂനെ നോക്ക്. ചെരിഞ്ഞു നിൽക്കുന്ന ഇവിടെ ഞാൻ വൈറ്റ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ യു ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു തീറ്റ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിൽ കൂടെ പോകുന്ന കമ്പോണന്റ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ് തീറ്റ കമ്പോണന്റ്. അപ്പോ തീറ്റ വഴി മാർക്ക് ചെയ്യുന്ന ഈ കമ്പോണന്റ് ഏത് കമ്പോണ്ടാ? യു കോസ് തീറ്റ. കേട്ടോ, അടിയിലേക്കാണ് ആ കമ്പോണ്ട് വരുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുന്ന അടുത്ത കമ്പോണ്ട്. മക്കളെ രണ്ട് കമ്പോണ്ട് ഉള്ളോ? ഒരാൾ സൈനും ഒരാൾ സൗണ്ട് പോയി. കേൾക്കണ്ടോ? കേൾക്കണ്ടോ? ഓക്കെ അല്ലേ? പറഞ്ഞോ. തീറ്റ വഴി പോകുന്ന കമ്പോണ്ട് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? തീറ്റ വഴി പോകുന്ന കമ്പോണ്ട് കോസ് തീറ്റ ആയിട്ട് മാറും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണ്ട് സൈൻ തീറ്റ ആയിട്ട് മാറും. അത് കിട്ടിയോ? അത് കിട്ടിയാ? ഓക്കെ, യെസ്. ഇനി തട്ടി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. തട്ടി തിരിച്ചു വരുന്നത് ഞാൻ തട്ടി തിരിച്ചു വരുന്ന ഇങ്ങനെയാണ്. തട്ടി തിരിച്ചു വരുന്ന ഇങ്ങനെയാണ്. അവിടെയും കേട്ടോ, ഇവിടെയാണ് തീറ്റ മാർക്ക് ചെയ്തത്. തീറ്റ മാർക്ക് തീറ്റ തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് ഏത് കമ്പോണ്ടാണ്?
ഏത് കമ്പൗണ്ടാ? യു കോസ് തീറ്റ. തീറ്റ വരുമ്പോൾ നമുക്ക് യു കോസ് തീറ്റ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന കമ്പൗണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന കമ്പൗണ്ട് യു സൈൻ തീറ്റ. പക്ഷേ ഇതാകെയിലും അതോ തീറ്റ വഴി പോകുന്ന ഈ കമ്പൗണ്ട് യു കോസ് തീറ്റ, അതിന് പ്രത്യേകത കമ്പൗണ്ട് യു സൈൻ തീറ്റ. ഈ മക്കൾ നോക്കിയിടാം, ഇത് നോക്കിയിടാം. ആദ്യത്തെ യു കോസിനെ എവിടേക്കാണ്? ആദ്യത്തെ യു കോസിന്റെ താഴേക്കാണ്. ഞാനിവിടെ എല്ലാം വരയ്ക്കുന്നുണ്ടോ? ആദ്യത്തെ യു കോസിന്റെ താഴേക്കാണ്. രണ്ടാമത്തെ കേസിൽ യു കോസിന്റെ താഴേക്കാണ്. അപ്പൊ യു കോസ് തീറ്റയുടെ എന്തെങ്കിലും മാറുന്നുണ്ടോ? എനി ചേഞ്ച് ഇൻ യു കോസിന്റെ? ഇല്ല. ആദ്യം ചുമരമ്പേക്ക് വന്നിരിക്കണേക്കാൾ മുമ്പും അത് താഴേക്കാണ്, ചുമരമ്പ വന്നിരിച്ചതിന് ശേഷം അത് താഴേക്കാണ്. സോ യു കോസിനിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ആരാണ് മാറുന്നത്? യു സൈൻ തീറ്റയാണ് മാറുന്നത്. അത് യു സൈൻ തീറ്റ നേരത്തെ പോലെ തന്നെ ആദ്യം ചുമരമ്പേക്ക് വരുന്നു, പിന്നെ ചുമരമ്പ് തട്ടി തിരിച്ചു വരും. അപ്പോ യു സൈൻ തീറ്റ കട്ടാൻ വരുന്നു. യു സൈൻ തീറ്റ യു സൈൻ തീറ്റ കട്ടാൻ വരുന്നു, തട്ടി തിരിച്ചു പോകുമ്പോൾ യു സൈൻ തീറ്റ. യു പോസിറ്റീവ് മാറ്റിട്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മക്കളെ, തട്ടി തിരിച്ചു വരുമ്പോ 2mu അല്ലേ? ഓർമ്മയുണ്ടാ? തട്ടി തിരിച്ചു വരുമ്പോ 2mu എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? അല്ലേ? തട്ടി തിരിച്ചു വരുന്ന കേസിൽ നമ്മൾ 2mu എന്നാണ് നേരത്തെ പറഞ്ഞത്. യെസ്, ഓക്കെ. ഇവിടെ തട്ടാൻ പോണേ യു സൈൻ തീറ്റയിലെ തട്ടാൻ പോണേ. അപ്പൊ യു സൈൻ തട്ടി തിരിച്ചു വരുന്നു. അപ്പൊ അവിടെ 2mu സൈൻ തീറ്റ കൂടെ 2mu സൈൻ തീറ്റ, 2mu സൈൻ തീറ്റ. അപ്പൊ തട്ടി തിരിച്ചു വരുന്ന കേസിൽ 2mu കൊസൈൻ തീറ്റ. തെറ്റിക്കോ? അപ്പൊ 3 സിനാരിയോസ് പറഞ്ഞല്ലോ. ഒരു മൂവ് ചെയ്യുന്ന ബോൾ പിടിക്കുന്നു മകളെ. മൂവ് ചെയ്യുന്ന ബോൾ പിടിക്കുമ്പോ mu. മൂവ് ചെയ്യുന്ന ഒരു ബോള് പിടിക്കുന്ന സമയത്ത് ഇമ്പൾസ് mu. ഓക്കെ. തട്ടി തിരിച്ചു വരുമ്പോ 2mu. തട്ടി തിരിച്ചു വരുമ്പോ 2 വരുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി. തട്ടി തിരിച്ചു വരുമ്പോ 2 വരുന്നുണ്ട്. ചെരിഞ്ഞ് തട്ടി തിരിച്ചു വരുമ്പോ, ചെരിഞ്ഞ് തട്ടി തിരിച്ചു വരുമ്പോ, ചെരിഞ്ഞിട്ട് തട്ടി തിരിച്ചു വരുമ്പോ 2mu സൈൻ തീറ്റ. കുഴപ്പമില്ലല്ലോ. ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചിലപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ മൂന്നാമത്തെ ഫോഴ്സ് ഈക്വൽ ടു ഇമ്പൾസ് ബൈ ടൈം. ഇമ്പൾസ് 2mu സൈൻ തീറ്റ. ഫോഴ്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാറുണ്ട്. മിക്കവാറും തട്ടി തിരിച്ചു വരുന്ന കേസ് ചോദിക്കാറ്. കാരണം അത് എളുപ്പ 2mu എന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ പ്ലെയർ, മറ്റേ ക്രിക്കറ്റ് പ്ലെയർ ഒരു ബോൾ കോട്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ഇമ്പൾസ്? mu. തട്ടി തിരിച്ചു വരുമ്പോ 2mu. ചെരിഞ്ഞ് തട്ടി തിരിച്ചു വരുമ്പോ 2mu സൈൻ തീറ്റ. ഓക്കെ. സോ ഇപ്പൊ ഒന്നുമില്ലാതെ ഇമ്പൾസ് ഈക്വൽ ഫോഴ്സ് ടൈം പറഞ്ഞു. പിന്നെ രണ്ട് ഇക്വേഷൻസ്. ചേഞ്ച് ഇൻ മൊമെന്റത്തിന് 3 സിനാരിയോസ് പറഞ്ഞു. പിടിക്കുമ്പോ mu, തട്ടി തിരിച്ചു വരുമ്പോ 2mu, ചെരിഞ്ഞ് തട്ടി തിരിച്ചു വരുമ്പോ 2mu സൈൻ തീറ്റ. ആൻഡ് ദിസ് ഇമ്പൾസ് ബൈ ടൈം ഫോഴ്സ്. ശരിക്കോ? അതിലേക്കൂടെ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഇത് നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഫോഴ്സ് ടൈം ഗ്രാഫ് ഈ തിയറി കറക്റ്റ് ആയി പഠിച്ചാൽ അത്ര ഉള്ളതോ പഠിച്ചാൽ മതി. ഫോഴ്സ് ടൈം ഗ്രാഫ് വന്നിട്ട് ഇമ്പൾസ് നമുക്ക് ചെയ്യണോ? ഏരിയ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് ടൈം ഗ്രാഫിനടിയിൽ ഏരിയ ഉണ്ടില്ല. ഫോഴ്സ് ടൈം ഗ്രാഫിനടിയിൽ ഏരിയ എന്ന് പറയുന്നത് ഇമ്പൾസ്. സോ ഏരിയ എഫ് ടി ഗ്രാഫ് പഠിച്ചു കേട്ടോ. ഫോഴ്സ് ടൈം ഗ്രാഫ് വന്നിട്ട് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ അടിയിലുള്ള അപ്പൊ ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് എഫ് ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ. എഫ് ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ഇമ്പൾസ് ആണ്. ഓക്കെ. അടുത്തേക്ക് പോകുന്നു. ഒന്നുകൂടെ പറയാമോ? ഉണ്ടായില്ല. സൗണ്ട് ക്ലിയർ ആവണില്ല. ഇല്ല സാർ, ഒന്നുകൂടെ ഒന്ന് പറയുമോ? എല്ലാവർക്കും ഉണ്ടായ പ്രശ്നം? ഇല്ല സാർ, എനിക്കങ്ങനെ ക്ലിയർ. ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ എന്തെങ്കിലും കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം.
ഇക്വിലിബ്രിയം. മക്കളടാ, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ്. ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0. ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പൊ ഒരു ബോഡിയിലേക്ക് നെറ്റ് ഫോഴ്സ് ഇല്ല. മക്കളെ F എങ്ങനെ എന്ന് പഠിച്ചിട്ടുണ്ട്. F എം. അപ്പൊ ഫോഴ്സ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താവില്ല, മാസിലെ പറയുന്നത് മാസുകളെല്ലാം പോയിട്ടുണ്ട്. ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് 0, ആക്സിലറേഷൻ 0. അപ്പൊ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ല, അത് ഇക്വിലിബ്രിയത്തിലാണ്. ഒരു ബോഡിക്ക് നെറ്റ് ഫോഴ്സ് ഇല്ല, അത് ഇക്വിലിബ്രിയത്തിലാണ്. ആക്സിലറേഷൻ 0 എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ 0 എന്ന് പറയുന്നത് വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്നർത്ഥം. വെലോസിറ്റി ചേഞ്ച് ഇല്ല, അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നാണ്. അപ്പൊ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡികളെ തിരിച്ചറിയാൻ 3 കാര്യം. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് 0. ഫസ്റ്റ് വൺ ഫോഴ്സ് ഇല്ല, രണ്ടാമത്തെ വൺ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, ബിക്കോസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല, ചേഞ്ച് ഇല്ല. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് 3 മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ അറിയേണ്ടത്. ഇനി ഇക്വിലിബ്രിയം ഒരു ബോഡിയിലേക്ക് ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു വിചാരിക്കാൻ. ഒരു ബോഡിയിലേക്ക് ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും ആക്ട് ചെയ്യുന്നു. വോയിസിന് പ്രശ്നമുണ്ടോ? ഇപ്പൊ പറഞ്ഞ പോസ്റ്റിനെ ഉപയോഗിക്കായിരുന്നു. ഉണ്ട്. ഇപ്പോഴോ? ഇപ്പോഴോ? ഓക്കെ ആണോ? ഈ ഓൺലൈൻ വരുമ്പോ പേടിക്കരുത് കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. ഇതിപ്പോ ആദ്യത്തെ ക്ലാസ് അല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നോക്കാട്ടാ. ഓക്കെ. എന്താ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോ? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ബോഡി എടുത്തു, ഒരു ബോഡി അപ്വേർഡ് ഫോഴ്സ്, അതായത് മുകളിൽ താഴേക്ക് മുകളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ തരാ. ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ അപ്വേർഡ് ഫോഴ്സ് ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽ ആണ്. അങ്ങനെ ഈ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്വേർഡ് ഫോഴ്സും കുഴപ്പമില്ല, 2 വ്യൂ ഉണ്ടാവും. ഒരെണ്ണം ബോഡി നേരിട്ട് യെസ് ഓക്കെ. അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും എന്താവാ? ഈക്വൽ ആവാം. അപ്പോ ക്യാൻസൽ ചെയ്ത് പോകും, അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ഫോഴ്സും താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന മറ്റേ അപ്വേർഡ് ഫോഴ്സും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ആയി. ഇനി വേറെ ഈക്വൽ ആയ അപ്പൊ അത് ഇക്വിലിബ്രിയത്തിലായി. അപ്പൊ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ മെയിൻ പ്രശ്നമല്ല പ്രത്യേകത എന്ന് വെക്കുക, ഒന്ന് അതുമേക്ക് നെറ്റ് ഫോഴ്സ് ഇല്ല. 2 അവിടെ ആക്സലറേഷൻ ഇല്ല, കാരണം ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവില്ല, F=ma ഇല്ല. 3 ആക്സലറേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, വെലോസിറ്റി എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക? ഇപ്പൊ ഈ പേന എന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട്, ഈ പേന ഇക്വിലിബ്രിയത്തിലാവും. ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാനുള്ള കാര്യം എന്താ? ഈ പേന റെസ്റ്റിലാണ്, ഈ പേന മൂവ് ചെയ്യുന്നില്ല. അപ്പൊ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താർത്ഥം? അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് അർത്ഥം. അപ്പൊ ഈ പേന ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോ ഈ പേനയ്ക്ക് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണ്. സോ ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാം.
ലെഫ്റ്റ് വേർഡ് ഫോഴ്സ് റൈറ്റ് വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, നമുക്ക് ഇക്വിലിബ്രിയം കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ അത്രയാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കാം, ഇത് വായിക്കട്ടെ. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. F1 എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. F1 എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. F1 F2 എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പൊ എത്ര ഫോഴ്സ്? 2 ഫോഴ്സ് ആയിട്ടാണ് F1 and F2 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്തു. തേർഡ് ഫോഴ്സ് F3 ആക്ട് ചെയ്തു. സോ അവിടെ 3 ഫോഴ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. F1 കാണുന്നുണ്ട്, F2 കാണുന്നുണ്ട്, F3 കാണുന്നുണ്ട്. അപ്പോ ആദ്യം ഞാൻ F1 വരച്ചു. F1ന്റെ അവസാനിക്കുന്ന ഭാഗത്ത് ഞാൻ F2 വരച്ചു. F2 അവസാനിക്കുന്ന ഭാഗത്ത് ഞാൻ F2 ഇങ്ങനെ ഈ 3 ഫോഴ്സുകൾ ഞാൻ വരച്ചപ്പോൾ എനിക്കൊരു ക്ലോസ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടിയോ? കണ്ടോ നിങ്ങൾ? ക്ലോസ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടി. ഇങ്ങനെ ഒരേ ഓർഡറിൽ ശ്രദ്ധിച്ചേക്കണം. ഒരേ ഓർഡറിൽ നമ്മൾ വരയ്ക്കുന്ന ഫോഴ്സുകൾ വരച്ചിട്ട് നമുക്കൊരു ക്ലോസ്ഡ് ഷേപ്പ് കിട്ടിയാൽ, ഒരേ ഓർഡറിൽ ഫോഴ്സ് വരച്ചിട്ട് F1 വരയ്ക്കുന്നതും F2 വരയ്ക്കുന്നതും F3 വരയ്ക്കുന്നതും ഒരേ ഓർഡറിൽ വരച്ചിട്ട് നമുക്കൊരു ക്ലോസ്ഡ് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് ആക്സിലറേഷൻ 0 ആണ്. നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ജയിക്കും ചോദിച്ചിട്ടുണ്ട്, നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. 3 ഫോഴ്സുകൾ വരച്ചിട്ട് അത് ട്രയാങ്കിൾ ആയി നീറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നു. 3 ഫോഴ്സുകൾ ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. സോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം ഫോഴ്സുകൾ 3 ഫോഴ്സുകൾ ട്രയാങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. കേട്ടോ? എന്താ കാരണം എന്നൊന്നും ചോദിക്കരുത്. അത് വെക്ടർ അഡീഷൻ ആണ്. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. കേട്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ക്രാഷ് പ്രോഗ്രാം ആണ്. നമുക്ക് പരമാവധി പോയിന്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു വിടുന്നത്. ഇപ്പോഴും സ്പീഡ് കുറവാണ്. ഞാൻ ഉദ്ദേശിച്ച പോയിന്റുകൾ പറയുന്ന സ്പീഡിനേക്കാൾ കുറവിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ആണ്, ഓൺലൈൻ ആണ്. അപ്പുറത്ത് എങ്ങനെയാ അവസ്ഥ നമുക്കറിയില്ല. അപ്പോ ശ്രദ്ധിക്കാം. അപ്പോ ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങില് ഒരു 6 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. 6 കിലോഗ്രാം ബ്ലോക്ക് ഒരു സ്ട്രിങ്ങുമേ വെച്ചിട്ടുണ്ട്. 6 കിലോഗ്രാം. ഈ സ്ട്രിംഗ് horizontal ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. സോ we are applying a horizontal force at the middle of the string. സ്ട്രിംഗിന്റെ മിഡിലിൽ horizontal ആയിട്ട് ഫോഴ്സ് ഉണ്ട്. സപ്പോസ് 15 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ ഫോഴ്സ് horizontal ആയിട്ട് കൊടുക്കുന്നു. ഈ 15 ന്യൂട്ടൺ ഫോഴ്സ് horizontal ആയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ട്രിംഗ് ഒന്ന് ചെറുതായിട്ട് ചെരിയിട്ടു ഇല്ലേ? അങ്ങനെ സ്ട്രിംഗ് ചെരിയിലിടാ. 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സ്ട്രിംഗ് സ്വാഭാവികമായിട്ട് ചെരിഞ്ഞു. ഈ ആംഗിൾ എത്രയാണ് ചോദിക്കും. ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. എത്ര ആംഗിൾ ആണ് ചെരിഞ്ഞു നിൽക്കുന്നത് ചോദിക്കും. ആക്ച്വലി ഇത് NCERT ഒരു പ്രോബ്ലം ആണ്. NCERT പ്രോബ്ലം ആണ്. നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കുറ്റം പറയുന്നു. ആൾക്കാരെങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കാണാറില്ലേ? അത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓടെ ശ്രദ്ധിക്കും. ഇത് ഇക്വിലിബ്രിയത്തിലാണ് ഒരു ഭാഗം. മക്കളെ പിടിക്കാം. ഇക്വിലിബ്രിയം ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ആംഗിളാണ്. സോ 6 കിലോഗ്രാമിന്റെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യും? വെയിറ്റ് എപ്പോഴും എവിടേക്ക് ആക്ട് ചെയ്യാറ്? വെയിറ്റ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യാറ്. സോ വെയിറ്റിന്റെ ഇക്വേഷൻ mg ആണ്. സോ 6 into g നമുക്ക് 10 എടുക്കാം. അപ്പൊ 6 into 10 എത്ര വരും? 16 ന്യൂട്ടൺ ആണ് വെയിറ്റ്. അപ്പൊ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നത്? നേരെ അറിയാത്തൊരു ശ്രദ്ധിക്കുക. mg വെയിറ്റ് mg m 6 ആണ്.
ജി നമുക്ക് 9.8 ആണ്, 10 എടുക്കാം. പിന്നെ അവിടേക്ക് ഫോഴ്സ് ആക്കിയത് 50 ന്യൂട്ടൺ ഫോഴ്സ്. 50 ന്യൂട്ടൺ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യുന്നു? 50 ന്യൂട്ടൺ ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. 50 ന്യൂട്ടൺ ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നു. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു സ്ട്രിങ് എങ്ങനെ ചേഞ്ച് നിൽക്കുന്നത്? ആ സ്ട്രിങ്ങുമ്പോ ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാവും. സ്ട്രിങ്ങും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടെൻഷൻ. കയറുമ്പോ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. നമ്മൾ വെള്ളം കോരുമ്പോ കയർ ഉപയോഗിച്ച് കോരുകയാണെങ്കിൽ, ഇപ്പൊ അതുണ്ടോ അറിയില്ല, കയറുമ്പോ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. നമ്മളൊരു പശുവിനെ കെട്ടി കയറും പിടിച്ച് വലിച്ചുകൊണ്ടുണ്ടെങ്കിൽ അവിടെ ടെൻഷൻ. ടെൻഷൻ എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കരുത്, അത് സ്ട്രിങ്ങും ഒക്കെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടെൻഷൻ. അപ്പൊ ടെൻഷൻ ടെൻഷൻ നിങ്ങൾ കാണരുത്, പേടിക്കരുത്. അപ്പൊ ടെൻഷൻ എങ്ങനെ നിൽക്കുന്നുണ്ട്? ടെൻഷൻ എങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. ശരിയാണോ? ആ മക്കളെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ തീറ്റയായിരിക്കും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പാരലൽ ലൈൻസ് പഠിച്ചിട്ടുണ്ടാവണം, പഠിക്കേണ്ടതാണ്, ചെറിയ ക്ലാസ്സിൽ ബേസിക്സ് ആണ്. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഇവിടെ ടെൻഷൻ ചെരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഉണ്ട്. ടെൻഷൻ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ചെരിഞ്ഞു നിൽക്കുന്ന ടെൻഷൻ. ചെരിഞ്ഞു നിൽക്കുന്ന എന്തിനേയും നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ചെരിഞ്ഞു നിൽക്കുന്ന എന്തിനേയും രണ്ട് കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതാ. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് ഏതാ? പറയണം, പറഞ്ഞേ പറ്റൂ. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് സൈൻ ആണോ കോസ് ആണോ? തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് യെസ്, വെരി ഗുഡ്, കോസ് ആണ്. എത്ര ഉണ്ടോ? ഇതേപോലെ നിന്നാ മതി. സിമ്പിൾ ആയിട്ട് തീറ്റ വഴി ടെൻഷന്റെ കമ്പോണന്റ് ടി കോസ് തീറ്റ. അപ്പൊ തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് കോസ് തീറ്റ, തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് കോസ് തീറ്റ, അതിന് ബാക്കി സൈൻ തീറ്റ. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും ഈക്വൽ ആക്കാം. അപ്വേർഡ് ഫോഴ്സ് പറ, ആരാണ് അപ്വേർഡ് ഫോഴ്സ് അവിടെ കാണുന്നത്? ടി സൈൻ തീറ്റ, ടി കോസ് തീറ്റ. മുകളിലേക്കുള്ള ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ്. മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? സമയം എടുക്കണ്ട. കോസ്. അതന്നെ. അപ്വേർഡ് ഫോഴ്സ് ടി കോസ് തീറ്റ. ടി കോസ് തീറ്റ അപ്വേർഡ് ഫോഴ്സ് ഒന്ന് ചെയ്യണം. ടി കോസ് തീറ്റ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എവിടെയാണ്? താഴേക്കുള്ള ഫോഴ്സ്. കണ്ടീഷൻ അതാണ്. അപ്വേർഡ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് ടി സൈൻ തീറ്റ. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ടി സൈൻ തീറ്റ. റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും ചെയ്യാം. ചെയ്തോ? ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. മക്കളെ 2/1 ചെയ്യാം. 2/1 implies 2/1 ചെയ്യാം. അപ്പോ ഈ 2/1 കേട്ടോ. അടിയിലത്തെ ബൈ ക്വാളിറ്റി ആണ്. എഴുതി ഓർഡർ നോക്കരുത്. 2/1 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. tan theta. Tan theta equal to 5/6. Tan theta equal to 5/6. നമ്മുടെ ആംഗിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേ. കിട്ടി. Tan theta equal to 5/6. ഇത് NCERT-ലുള്ള അടുത്ത ക്വസ്റ്റ്യൻ. Apparent weight. Apparent weight. ഓട്. മക്കളെടാ, ഈ ബോർഡ് നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടാ. 2 ക്യാമറയിൽ കൂടി നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും. അതിൽ ഒരു ബോർഡ് ഒരു വിൻഡോ എന്ന് പറയുന്നത് നേരിട്ട് സ്ക്രീൻ ലൈവ്
സ്ട്രീം ചെയ്യുന്നതാ ബോർഡ്. അതില് ക്ലാരിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോ അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടാ. എന്റെ മുഖം കാണാൻ ഞാൻ ഈ ക്യാമറ വെച്ചാൽ എന്റെ മുഖത്ത് നിങ്ങൾ നോക്കണമെന്നില്ല, അവിടെ നോക്കിയാൽ മതി. ഓക്കെ. യെസ്, അടുത്ത സാധനം സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. വെയിറ്റ് മെഷീൻ കണ്ടോ? വെയിറ്റ് മെഷീൻ, വെയിറ്റ് നോക്കുന്ന വെയിറ്റ് മെഷീൻ ഉണ്ട്. വെയിറ്റ് മെഷീൻ എന്താണ് മെഷർ ചെയ്യുന്നത്? ചോദ്യം കേട്ടോ. അതൊക്കെ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് മെഷീൻ എന്താണ് മെഷർ ചെയ്യുന്നത്? വെയിറ്റ് മെഷീൻ വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. യെസ്, ഓക്കെ. മീനാക്ഷി പറയുന്നു അത് വെയിറ്റ് ആന്ന് പറയുന്നു. ആ ഗംഗ ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ആയിക്കോട്ടെ. വെയിറ്റ് മെഷീൻ വെയിറ്റ് അല്ല മെഷർ ചെയ്യുന്നത്. ശ്രദ്ധിക്കട്ടോ, വേണമെങ്കിൽ നാട്ടിൽ പോയി പറഞ്ഞ കേട്ടോ. വെയിറ്റ് മെഷീൻ വെയിറ്റ് അല്ല മെഷർ ചെയ്യുന്നത്, പകരം നോർമൽ റിയാക്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഒരു മെഷീൻ മെഷേഴ്സ് a weight machine measures normal reaction. ഒരു വെയിറ്റ് മെഷീൻ നോർമൽ റിയാക്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്, വെയിറ്റ് അല്ല. ഇപ്പൊ നമുക്ക് ഞാൻ എക്സാമ്പിൾ തരാം. ഒരു വെയിറ്റ് മെഷീന്റെ മുകളിൽ ആൾ നിൽക്കുന്നു. ഒരു വെയിറ്റ് മെഷീന്റെ മുകളിൽ ആൾ നിൽക്കുന്നുണ്ട്. ഇയാളുടെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നത്? ഇയാളുടെ വെയിറ്റ് mg എവിടേക്ക് ആക്ട് ചെയ്യുന്നത് മക്കളെ? mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ആളുടെ വെയിറ്റ് mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സർഫസ്, അതായത് മെഷീന്റെ സർഫസ് മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ കൊടുക്കും. അയാൾക്ക് ഒരു നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ആക്ഷൻ കൊടുക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സർഫസ് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ പറയുക. അപ്പൊ ഒരു നോർമൽ റിയാക്ഷൻ ഈ മെഷീന്റെ സർഫസ് ഇയാളുടെ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി മെഷീൻ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം എത്രയാണ് കൊടുക്കുന്നത് എന്നാണ് മെഷീൻ അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഫോർ എവറി ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇയാളുടെ വെയിറ്റിന് തുല്യമായിട്ടുള്ള നോർമൽ റിയാക്ഷൻ ആണ് ഈ കേസിൽ മുകളിൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആക്ച്വലി മെഷീൻ മെഷർ ചെയ്യുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. പക്ഷെ നോർമൽ റിയാക്ഷൻ ഈ സിനാരിയോയില് വെയിറ്റിനോട് ഈക്വലന്റ് ആയ കാരണമാണ് നമ്മൾ അതിനെ വെയിറ്റ് മെഷീൻ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ റെയിൽവേ സ്റ്റേഷൻ, ഡോക്ടറിന്റെ അവിടെ, ഇവിടെയൊക്കെ വെയിറ്റ് മെഷീൻസ് ഉണ്ട്. നമ്മൾ അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, നമ്മുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. നമ്മുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്തോട്ടെ പോട്ടെ, ആ മെഷീൻ നമുക്ക് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ തരുന്നു. ദ മെഷീൻ ഡെലിവേഴ്സ് എ നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ. അതാണ് മെഷീൻ മെഷർ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ വെയിറ്റ് ഒന്നും അവന് മനസ്സിലാവേണ്ട ആവശ്യമില്ല. സോ വെയിറ്റ് മെഷീൻ എന്താണ് മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് മെഷീൻ എന്താ മെഷർ ചെയ്യുന്നത്? നോർമൽ റിയാക്ഷൻ മെഷർ ചെയ്യുന്നു. കിട്ടിയാ? So weight machine measures normal reaction. Yes, നോക്കുക. ലിഫ്റ്റിന്റെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു വെയിറ്റ് മെഷീൻ, ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? വെയിറ്റ് മെഷീൻ ഉണ്ട്. അതിന്റെ മുകളിൽ ആണെങ്കിൽ and the lift is moving in the upward direction with an acceleration a. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് an acceleration a. അപ്പൊ എ ആക്സിലറേഷൻ, എ എന്ന് പറയുന്ന ആക്സിലറേഷൻ വെച്ച് ലിഫ്റ്റ് എവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇയാളുടെ വെയിറ്റ് ഇതെങ്ങനെ ഞാൻ പറഞ്ഞില്ല, കാരണം നമുക്ക് ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്, നമുക്ക് പോയിന്റുകൾ എടുത്ത് പോകാൻ. ഇയാളുടെ വെയിറ്റ് വരുന്നത് m×g+a ആണ്. m×g+a. നോക്കൂ, ഞാൻ സാധാരണ വെയിറ്റ് mg ആണ്. സാധാരണ നോർമലായി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ വെയിറ്റ് mg ആണ്. പക്ഷെ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന കേസിൽ g+a ആണ്. സോ apparent weight is equal to m×g+a. പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ലിഫ്റ്റ് കയറുന്നുണ്ടെങ്കിൽ, ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന കണ്ടീഷൻസിൽ നിങ്ങളുടെ വെയിറ്റ് ആക്ച്വലി ഉള്ള വെയിറ്റിനേക്കാൾ കൂടുതലായിട്ടാണ് ലിഫ്റ്റിന് ഫീൽ ചെയ്യുക, m×g+a. അത് കാരണം കൊണ്ട് തന്നെ ഒരു ലിഫ്റ്റ് പൊട്ടാൻ, ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ലിഫ്റ്റ് എവിടേക്ക് പോകുമ്പോഴാണ്? മുകളിലേക്ക് പോകുമ്പോഴാണ്. കാരണം മുകളിലേക്ക് പോകുമ്പോൾ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും, m×g+a.
ലിഫ്റ്റ് താഴേക്ക് ലിഫ്റ്റ് താഴേക്ക് വരുന്ന ആക്സലറേഷൻ വെച്ചിട്ട് അപ്പൊ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോൾ ഉള്ള സിനാരിയോയിൽ അപ്പാരന്റ് റേറ്റ് അയാൾക്ക് അനുഭവപ്പെടുന്ന റേറ്റ് എന്ന് പറയുന്നത് -a. അപ്പൊ താഴേക്ക് വരുമ്പോൾ G-a മുകളിലേക്ക് പോകുമ്പോൾ G+a. താഴേക്ക് വരുമ്പോൾ G-a മുകളിലേക്ക് പോകുമ്പോൾ G+a. അപ്പൊ താഴേക്ക് വരുന്ന സിനാരിയോയില് വെയിറ്റ് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇത് ലിഫ്റ്റിന് മാത്രമല്ല, അങ്ങനെ വിചാരിക്കണ വരുന്നത് ലിഫ്റ്റിനുള്ളിൽ എന്തോ മാജിക് സംഭവിക്കേണ്ടെന്ന് വിചാരിക്കരുത്. ലിഫ്റ്റിൽ മാത്രമല്ല, നമ്മളൊരു കയറുമേ തൂങ്ങി പിടിച്ച് മുകളിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് m×G+a. കയറിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വെയിറ്റ് m×G-a. സോ m×G+a ഇനി മൂന്നാമത്തെ സിനാരിയോ, ലിഫ്റ്റ് പൊട്ടി വീഴും. ലിഫ്റ്റ് ഈസ് ഇൻ ഫ്രീ ഫോൾ. ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടി ലിഫ്റ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റിന്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എന്താ എഴുതാറ്? താഴേക്ക് വരുമ്പോൾ G- പക്ഷെ പൊട്ടി വീഴുന്ന സമയത്ത് ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ G തന്നെയാണ്. ലിഫ്റ്റ് ഫ്രീ ഫോളിലാണ്. ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടി ലിഫ്റ്റ് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. G തന്നെയാണ്. സോ G- ഏടെ സ്ഥാനത്ത് തന്നെ കൊടുക്കുന്നു? ഏടെ സ്ഥാനത്ത് 0. അപ്പൊ പൊട്ടി വീഴുന്ന ലിഫ്റ്റിൽ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. പൊട്ടി വീഴുന്ന ലിഫ്റ്റ് മാത്രമല്ല, നിങ്ങൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടിക്കോ. നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. നമ്മളൊരു വെയിറ്റ് മെഷീന്റെ മുകളിൽ ഇങ്ങനെ കാലിങ്ങനെ പിടിച്ച് കെട്ടി മറ്റേ ഒട്ടിച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? വെയിറ്റ് മെഷീന്റെ ഡയല് നോക്കിയിട്ട് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുകയാണെങ്കിൽ ചാടുന്ന സമയത്ത് വെയിറ്റ് മെഷീൻ 0 റീഡിംഗ് ആണ് കാണിക്കുക. വെയിറ്റ് മെഷീനിൽ നിന്ന് ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ഇല്ല. താഴേക്ക് ഒരു m×G-a, G+a. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. പഠിക്കണം. യെസ്, അടുത്ത വേണ്ട. അടുത്ത വേണ്ടേ? അടുത്ത പുള്ളി വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. കേട്ടില്ലേ? ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, പ്ലസ് വണ്ണിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. പക്ഷെ മനസ്സിലാക്കി പഠിച്ചതിന്റെ ഭയങ്കര എളുപ്പമാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. അത് പഠിക്കുക എന്നതാണ് നമ്മൾ ആകെ കൂടി ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിന് എടുക്കാനുള്ള കാരണം അത് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാനാണ്. അപ്പൊ ശ്രദ്ധിക്കണം, പുള്ളിയുടെ പ്രോബ്ലംസ് ചോദിക്കും. അതായത് പുള്ളി നമ്മൾ കണ്ടിട്ടുണ്ടാവും. പുള്ളി നമ്മൾ കണ്ടിട്ടുണ്ടാവും. പുള്ളി ഈ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന പുള്ളി നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു പുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പുള്ളി 2 എൻഡിലായിട്ട് നമ്മൾ മാസ് കണക്ട് ചെയ്തു. M1 മാസ്, M2 മാസ്. ഇതില് ഈ M2 ഈസ് ഗ്രേറ്റർ ദാൻ M1. അതായത് M2ന്റെ മാസ് കുറച്ച് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും M2 എവിടേക്ക് വിടും? സ്വാഭാവികമായിട്ടും M1 എവിടേക്ക് പോകും? അപ്പൊ M2ന്റെ മാസ് M1നേക്കാൾ കൂടുതലാണെങ്കിൽ M2 എവിടേക്ക് പോകും? M2 താഴേക്ക് പോകും. M1 എവിടേക്ക് പോകും? M1 മുകളിലേക്ക് പോകും. ഈ താഴേക്ക് മുകളിലേക്ക് പോകുന്ന ആക്സലറേഷൻ എന്താണെന്ന് നീറ്റ് എക്സാമിന് ചോദിക്കും. ഈ താഴേക്ക് മുകളിലേക്ക് പോകുന്ന ആക്സലറേഷൻ എത്രയാണെന്ന് നീറ്റ് എക്സാമിന് ചോദിക്കും. അപ്പോ ഇത് പഠിച്ച് ഓർമ്മിച്ച് വെക്കാൻ നമ്മളൊരു ട്രിക്ക് പഠിപ്പിക്കാറുണ്ട്. ആ ട്രിക്കാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ശരിക്കുള്ള മെത്തേഡൊന്നുമല്ല. ശരിക്കുള്ള മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബോർഡ് അറിയും. ഈ ബോർഡ് നമുക്ക് നിൽക്കില്ല, സമയം കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്കാണ് പഠിപ്പിച്ചത്. പുള്ളി ഏത് പുള്ളി യൂസ് ചെയ്യാൻ പറഞ്ഞ ട്രിക്ക്. ആക്സലറേഷൻ നമുക്ക് ഇങ്ങനെ ചോദിക്കുള്ളൂ. ആക്സലറേഷൻ അൺബാലൻസ്ഡ് ലോഡ് ഇതാണ് പുള്ളിയുടെ ആക്സലറേഷൻ. അൺബാലൻസ്ഡ് ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഈ ട്രിക്ക് ഉപയോഗിക്കാൻ നമുക്ക് നോക്കിക്കൊണ്ട് തന്നെ ആൻസർ പറയാം. വെറുതെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. അത്രയും ഷോക്ക് എന്താണ്? അൺബാലൻസ്ഡ് ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്.
ഞാൻ അൺബാലൻസ് ലോഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അൺബാലൻസ് ലോഡ് അൺബാലൻസ് ലോഡ് നോക്കൂ. ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പോകുന്ന കേസുകളിൽ ഒബ്ജക്റ്റ് താഴേക്ക് പോകുന്ന കേസുകളിൽ അതിനെ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പോകുന്ന കേസുകളിൽ അതിന് അൺബാലൻസ് ലോഡ് എന്ന് പറയുന്നത് അൺബാലൻസ് ലോഡ് എന്ന് പറയുന്നത് പ്ലസ് എം ജി ആണ്. താഴേക്ക് പോകുന്ന കേസുകളിൽ അതിന് അൺബാലൻസ് ലോഡ് പ്ലസ് എം ജി ആണ്. സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമാണ്. താഴേക്ക് പോകുന്ന സംബന്ധിച്ച് അൺബാലൻസ് ലോഡ് എത്രയാണ്? പ്ലസ് എം ജി. സംബന്ധിച്ച് അൺബാലൻസ് ലോഡ് അൺബാലൻസ് ലോഡ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി. സിമ്പിൾ. അപ്പൊ മുകളിലേക്ക് പോകുന്ന ബോഡിയെ സംബന്ധിച്ച് മൈനസ് എം ജി, താഴേക്ക് വരുന്ന ബോഡിയെ സംബന്ധിച്ച് പ്ലസ് എം ജി. ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അൺബാലൻസ് ലോഡ് 0. ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അൺബാലൻസ് ലോഡ് 0. ഇത്രയും കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ഒരു പുള്ളിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന അൺബാലൻസ് ലോഡ് ബൈ ടോട്ടൽ മാസ്. ഇനി അൺബാലൻസ് ലോഡ് എങ്ങനെയാണ് പിടിക്കുക? താഴേക്ക് വരുന്ന ബോഡികൾക്ക് പ്ലസ് എം ജി, മുകളിലേക്ക് പോകുന്ന ബോഡികൾക്ക് മൈനസ് എം ജി. ഹൊറിസോണ്ടലായിട്ട് വരുന്ന ബോഡികൾക്ക് അൺബാലൻസ് ലോഡ് ഇല്ല. കിട്ടിയ? ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കിട്ടിയെങ്കിൽ ഞാൻ മാച്ചിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ശ്രദ്ധിക്കട്ടോ. 2 കിലോഗ്രാം 3 കിലോഗ്രാം പറയും മക്കളെ. ആക്സിലറേഷൻ ഈക്വൽ. ഇതാണ് ചോദ്യം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആക്സിലറേഷൻ ഈക്വൽ ടു പറ മക്കളെ. 3 ലെവലിൽ അപ്പൊ 3 എവിടേക്കാ പോവാ? 3 താഴേക്കാ പോവാ. 2 ചേർന്നുള്ള 2 എവിടേക്ക് പോവാ? 2 മുകളിലേക്ക്. അപ്പൊ മുകളിലേക്കാണ് 2 പോകുന്നത്, 3 എവിടേക്കാണ് പോണത്? താഴേക്കാണ് പോണത്. സിമ്പിൾ കോമൺ സെൻസ്. 3 വലുത്, അപ്പൊ 3 താഴേക്ക് വരും. സോ 3 താഴേക്ക് വരും, 2 എവിടേക്ക് പോകും? മുകളിലേക്ക് പോകും. സംശയം ഉണ്ടോ? ഇല്ല. ആക്സിലറേഷന്റെ ഇക്വേഷൻ അൺബാലൻസ് ലോഡ് ബൈ ടോട്ടൽ മാസ്. ആക്സിലറേഷൻ ഈക്വൽ ടു അൺബാലൻസ് ലോഡ് ബൈ ടോട്ടൽ മാസ്. മക്കളെ അൺബാലൻസ് ലോഡ് എന്ന് പറയുന്നത് എത്രയാ? 3 കിലോഗ്രാം എവിടേക്കാ പോണേ? പറ. 3 കിലോഗ്രാം എവിടേക്കാ പോണേ? മുകളിലേക്ക് താഴേക്കാ? പറയേ വെറുതെ. 3 കിലോഗ്രാം താഴേക്ക് മുകളിലേക്കാ? താഴേക്ക്. ഡൗൺവേർഡ്സ്. അപ്പൊ അൺബാലൻസ് ലോഡ് പ്ലസ് എം ജിയാ മൈനസ് എം ജിയാ? നിങ്ങൾ വെറുതെ സൈൻ ഇട്ട് കാണിച്ചാൽ മതി. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. അപ്പൊ 3 കിലോഗ്രാം പ്ലസ് 3G എം ജി ട്ടാ. എം ജി എം 3 ആണ് 3G. ഓക്കെ 3G കറക്റ്റ് അല്ലേ? ഇനി കിലോഗ്രാം മുകളിലേക്ക് താഴേക്കാ? 2 കിലോഗ്രാം മുകളിലേക്ക് താഴേക്കാ? പറ. 2 കിലോഗ്രാം മുകളിലേക്ക് താഴേക്കാ? മുകളിലേക്കാ പോണേ. മുകളിലേക്ക് പോകുമ്പോ അത് മൈനസ് ആണ് ഇരുന്നത് അൺബാലൻസ് ലോഡ്. അപ്പൊ മൈനസ് 2G പ്ലസ് 3G മൈനസ് 2G. സംശയം ഉണ്ടോ? 3G മൈനസ് 2G. എന്തുകൊണ്ടാ മൈനസ് 2G വന്നേ? 2G എവിടേക്കാ പോണേ? സോറി 2 കിലോഗ്രാം എവിടേക്കാ പോണേ? 2 കിലോഗ്രാം മുകളിലേക്കാ പോണേ. മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് ഇടണം. സോ 3G മൈനസ് 2G ടോട്ടൽ മാസ്. സോ 3G മൈനസ് നമുക്ക് എത്രയാ? ഡൗട്ട് ഉണ്ടോ? അടുത്ത M1 മാസ് ഒരു പുള്ളി M2 മാസ്. അടുത്ത സിനിമ നോക്കട്ടോ. ഇങ്ങനെ ഒരു സാധനം M1 മാസ് ഒരു പുള്ളി M2 മാസ്. മക്കളെ M2 M1 ഹോറിസോണ്ടൽ M1 ഹോറിസോണ്ടൽ ആയിട്ടാണ് നോക്കിയുള്ളൂ. അപ്പൊ M1 എങ്ങനെയാ പോവാ? M2 പോവാ? M2 താഴേക്ക് പോയി. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈക്വൽ ടു ബേസിക്കലി ആക്സിലറേഷൻ ഈക്വൽ ടു അൺബാലൻസ്ഡ് ലോഡ് ബൈ ടോട്ടൽ മാസ്. അൺബാലൻസ്ഡ് ലോഡ് ബൈ ടോട്ടൽ മാസ്. ഇതിൽ ആര് അൺബാലൻസ്ഡ് ലോഡ്? M2 എവിടേക്കാ പോണേ? M2 എവിടേക്കാ പോണേ? മുകളിലേക്ക് താഴേക്കാ? താഴോട്ട്. താഴേക്ക്. അപ്പൊ പ്ലസ് എം ജിയാ മൈനസ് എം ജിയാ? പറയൂ. പ്ലസ് ഓർ മൈനസ്? കുഴപ്പമില്ലല്ലോ, പ്ലസ് ആണ്.
M1 ഹൊറിസോണ്ടൽ ആണോ ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ പറ. M1 ഹൊറിസോണ്ടൽ ആണോ ഡൗൺവേർഡ് ആണോ? ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ. സോ വാട്ട് ഈസ് അൺബാലൻസ്ഡ് ലോഡ്? ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അൺബാലൻസ്ഡ് ലോഡ് എത്രയാ? യെസ്, സീറോ. അപ്പൊ ആവശ്യമില്ല, സീറോ. ആക്സിലറേഷൻ എളുപ്പല്ലേ? പുള്ളി എളുപ്പമാണല്ലേ? ഈസിയാണ്. അപ്പൊ പുള്ളി എത്രയാവും? അൺബാലൻസ്ഡ് ലോഡ് ബൈ. അപ്പൊ പുള്ളിയായി. അടുത്ത നോക്കാം. അടുത്തത് കണക്ഷൻ ബോർഡ്സ്. അൺബാലൻസ്ഡ് പറഞ്ഞ അതൊരു ട്രിക്കാണ്. ആദ്യം ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം. ഇതിന്റെ കറക്റ്റ് ഡെറിവേഷൻ ഭയങ്കര ലെങ്തി ഡെറിവേഷൻ ആണ് കേട്ടാ. ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് ഓരോ ഫോഴ്സുകളൊക്കെ മെഷർ ചെയ്തിട്ട് ഉള്ള ഡെറിവേഷൻ ആണ് ഈ സാധനം. അത് നമ്മൾ ഒരിക്കലും നീറ്റ് പരീക്ഷയ്ക്ക് അതുകൊണ്ട് പോകാൻ പാടില്ലല്ലോ. ഇല്ല, നമുക്ക് ആകെ 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുക. അപ്പൊ നമ്മൾ അതിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത്രയും വലിയ ഡെറിവേഷൻസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു ട്രിക്കാണ്. അതായത് നമ്മൾ ആ വാക്കുകൾ എന്ത് ചെയ്യരുത്, ആ വാക്കുകൾ പിടിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ട്രിക്കുകളിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ട്രിക്കുകളിലേക്ക് ആ വാക്കുകൾ എന്ത് ചെയ്യരുത്, പിടിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അപ്പൊ നമ്മളൊരു അൺബാലൻസ്ഡ് ലോഡ് ബൈ ടോട്ടൽ മാസ് എന്നുള്ള ഒരു ഇക്വേഷൻ എഴുതും. ഈ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. കേട്ടില്ലേ? അതായത് താഴേക്ക് വരുമ്പോൾ പ്ലസ് എം ജി ആണ് അൺബാലൻസ്ഡ് ലോഡ്. താഴേക്ക് വരുമ്പോൾ പ്ലസ് എം ജി, മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് എം ജി. ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന കേസുകൾ അൺബാലൻസ്ഡ് ലോഡ് ഇല്ല. അതൊരു ട്രിക്കാണ്. ഈ ട്രിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. കേട്ടില്ലേ? ഇതിന്റെ ആക്ച്വൽ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം വേറെയാണ്. അത് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷയിലെ സമയം തികയാണ്ട് വരും. കേട്ടില്ലേ? അപ്പൊ അതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കും. കണക്റ്റഡ് ബോഡീസ് അടുത്തത്. അപ്പൊ അവിടെ ബോഡീസ് പറയാം, ശ്രദ്ധിച്ചിരിക്കും. ഞാനിപ്പോ നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടാ. നിങ്ങളെ സംശയം നമ്മൾ ഈ പറഞ്ഞ ഇപ്പോ 2 കിലോഗ്രാം 3 കിലോഗ്രാം 2-3 കിലോഗ്രാം 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യും. 10 ന്യൂട്ടൺ ഫോഴ്സ് സൈഡിലേക്ക് ആക്ട് ചെയ്യും. ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 2 കിലോഗ്രാമിലേക്കാണെങ്കിലും ഇവര് ഒരുമിച്ചല്ലേ മൂവ് ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 കിലോഗ്രാം ഒരുമിച്ചല്ലേ മൂവ് ചെയ്യുക? ആണോ? ഇങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യുന്നവരെയാണ് നമ്മൾ കണക്റ്റഡ് ബോഡീസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ അപ്പൊ ഈ 2 കിലോഗ്രാം 3 കിലോഗ്രാം ഉപയോഗിച്ചാൽ മൂവ് ചെയ്യുക. സോ ഇവിടുത്തെ ആദ്യം ആക്സിലറേഷൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബൈ മാസ്. നമ്മൾ പഠിച്ചത് F = ma, A = F/m. അപ്പൊ ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ്. മക്കളെ, മാസ് എടുക്കുമ്പോ ആക്ച്വലി ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 2 കിലോഗ്രാമിലേക്കാണ്. എന്നാലും 2 കിലോഗ്രാം മാത്രമാണോ മൂവ് ചെയ്യുന്നത്? അല്ല, 3 കിലോഗ്രാമും കൂടി അതിന്റെ സൈഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമ്മൾ മാസ് എടുക്കുമ്പോൾ 2 എടുക്കണോ 3 എടുക്കണോ അതോ മൊത്തത്തിൽ 5 എടുക്കണോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നമ്മുടെ കോമൺ സെൻസിനെ ഒന്ന് ചോദിച്ചു നോക്ക്. 2 ആണോ 3 ആണോ 5 ആണോ എടുക്കണ്ടേ? ഇവർ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എത്ര എടുക്കേണ്ടി വരിക? ഫോഴ്സ് ബൈ മാസ്. യെസ്, ഫോഴ്സ് 10 ആണ്, മാസ് 5 എടുക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ ആക്സിലറേഷൻ 2 അപ്പൊ ഓരോ പടിക്കും 2 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷൻ ആണ് കിട്ടുന്നത്. ആക്ടിങ് ഓൺ 3 കിലോഗ്രാം. അങ്ങനെയാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ 3 കിലോഗ്രാം. സ്പെസിഫൈ ചെയ്യുന്നു ഫോഴ്സ് ആക്ടിങ് ഓൺ 3 കിലോഗ്രാം. 3 കിലോഗ്രാം ഫോഴ്സ് എത്ര മക്കളെ? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കും. ഫോഴ്സ് ആക്ടിങ് ഓൺ 3 കിലോഗ്രാം ബോഡി. 3 കിലോഗ്രാമിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് കേൾക്കണേ? അല്ലെ? ഫോഴ്സ് 3 കിലോഗ്രാം ഉള്ള ബോഡിക്ക് മാത്രമാണ് ചോദിച്ചത്. അപ്പൊ 3 കിലോഗ്രാം so this is a force acting on 3 kilogram body. സംശയം 2023-24 നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണത്.
2023-24 റീസെന്റ് ആണ് കേട്ടോ. ഒരു സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. കണക്കിന് തോന്നുന്നു. അടുത്ത പറയട്ടെ. ഓക്കെ, കുറച്ചുകൂടി M1, M2, M3 and it's equal to the force F. ഇതും കാണാം. M1, M2 and M3 is equal to the force F. സോ മക്കളെ, ഇതില് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് M3യിലേക്കാണെങ്കിലും M3 മാത്രമാണോ മൂവ് ചെയ്യുക അതോ എല്ലാവരും മൂവ് ചെയ്യോ? ചോദ്യം നമ്പർ 1. നിങ്ങൾ പറഞ്ഞോ, എല്ലാവരും മൂവ് ചെയ്യോ അതോ M3 മാത്രം മൂവ് ചെയ്യോ? എല്ലാവരും മൂവ് ചെയ്യും. അപ്പൊ ആക്സിലറേഷൻ എത്രയാ? സിമ്പിൾ. ആക്സിലറേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇത് ഏതൊരു സംശയം പറഞ്ഞു? പരീക്ഷയ്ക്ക് ചിലപ്പോ ചോദിക്കാം. ശ്രദ്ധിച്ചേക്കട്ടാ, ഇവിടെ ശ്രദ്ധിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ടെൻഷൻ ഓവർ ഹിയർ? വാട്ട് ഈസ് ദ ടെൻഷൻ ഓവർ ഹിയർ? T1. ടെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാട്ടാ, സ്ട്രിങ്ങും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. സ്ട്രിങ്ങും കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. നോക്കൂ, ഈ കയറുണ്ടല്ലേ നിങ്ങളിവിടെ, ഈ കയറിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ കയർ എന്താണ് ചെയ്യുന്നത്? ഈ കയർ ആരെയാണ് പിടിച്ച് പുള്ളി ചെയ്യുന്നത്? ഏതിനെയാണ് പുള്ളി ചെയ്യുന്നത്? ഏത് മാസിനെയാണ് ഈ കയർ പുള്ളി ചെയ്യുന്നത്? പറ, ആലോചിച്ച് പറഞ്ഞാൽ മതി. സംശയം തെറ്റണെങ്കിൽ തെറ്റട്ടെ, പോട്ടെ. യെസ്, ഈ കയർ പുള്ളി ചെയ്യുന്നത് M1-നെയാണ് അല്ലെ? ഈ കയറിന്റെ ജോലി ആരെ പുള്ളിയിൽ മാത്രമാണ്? M1-ന്റെ പുള്ളിയിൽ മാത്രമാണ്. സോ ടെൻഷൻ T1 ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷൻ T1 എന്ന് പറയുന്നത് ഞാൻ ഫോഴ്സ് M1-നെ പുള്ളിയുള്ള ഫോഴ്സ് ആണ് T1 എന്ന് പറയുന്നത്. മകളെ, ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. ഈ M1. സോ M1 into K അതാണ് T1. കുഴപ്പമുണ്ടോ? ഇനി ഈ കാര്യം റെഡ് കളർ നോക്കുന്ന കാര്യമാണ് ഇവിടുത്തെ ടെൻഷൻ T2. സോ T2 റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കയറി ആരെയാണ് പിടിച്ചു വലിക്കുന്നത്? ഏതാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്ന കയറി പിടിച്ചു വലിക്കുന്നത്? യെസ്, പറ. M2 അല്ലേ? അതല്ല. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിൽ കൂടി വരും മക്കളെ. പറ, M2-നെ പിടിച്ചു വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ M1 കൂടി വരുന്നുണ്ട്. സോ ഈ T2 എന്ന് പറയുന്ന ടെൻഷൻ ആരെ പിടിച്ചു വലിക്കാൻ? സപ്പോസ് ഇപ്പോൾ M2 പിടിച്ചു വലിക്കുമ്പോൾ M1 ബാക്കിൽ വരുന്നത് സപ്പോസ് ടു പുൾ M1 plus M2. So mass M1 plus M2 into A. There you go. So T2 equal to M1 plus M2 into A. സംശയം? അതൊരു ചോദ്യമാണ്. ഇനി അത് പറയട്ടെ. Conservation of momentum. Conservation of momentum. അത് പറയാം. കൺസർവേഷൻ ഓഫ് മൊമെന്റം. F is equal to dt by dt. ഏത് ലോയാണ് പറയണം? അതെങ്കിലും പറഞ്ഞിട്ടോ. F is equal to dp by dt. Second law. Very good. F is equal to dp by dt.
വെരി ഗുഡ്. സന്തോഷമായി. That's really good. ഇവിടെ ഉദ്ദേശിക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. കുഴപ്പമില്ല. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ സപ്പോസ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ പകരം ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ നമുക്ക് 0 എഴുതാം. 0 ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഡി ടി യുടെ ഇവിടെ y dt ആണ്. into dt വരും. So 0 into dt equal to dt and y is 0 dt 0 equal to dt. What is dt? Change in momentum. What is d for change it up? So change in momentum is equal to 0. എന്താക്ട് ചെയ്തില്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ മൊമെന്റത്തിലെ ചേഞ്ച് 0. മൊമെന്റത്തിലെ ചേഞ്ച് 0 എന്ന് പറയുന്നത് മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. മൊമെന്റത്തിലെ ചേഞ്ച് 0 എന്ന് പറയുമ്പോൾ എന്താ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. സംശയം ഉണ്ടാവും. അപ്പോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ലെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കോ? അപ്പോ കൺസർവേഷൻ ഓഫ് മൊമെന്റം കേട്ടോ. മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും എന്താക്ട് ചെയ്യില്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ലെങ്കിൽ. ഇതിൽ നിന്ന് നമുക്ക് 2 or 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ എന്റെ കാര്യങ്ങൾ ടെസ്റ്റ് പറഞ്ഞോളൂ. റീകോയിൽ വെലോസിറ്റി ഓഫ് ദാറ്റ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ദാറ്റ് നമ്മൾ ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി. അതായത് നമ്മുടെ ഗണ്ണിന്റെ ബുള്ളറ്റ് ഉണ്ട്. ഈ ബുള്ളറ്റ് നമ്മളൊന്ന് ഫയർ ചെയ്ത് നമ്മൾ ഒരു വി വെലോസിറ്റിയിലേക്ക് പോകുമ്പോൾ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ഗൺ ആണ്. സ്മോൾ ഗൺ മാസ് ബുള്ളറ്റ് ഈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ക്യാപിറ്റൽ മാസ് ഉള്ള ഗണ്ണ് ബാക്കിലോട്ട് പോയിരിക്കും. ക്യാപിറ്റൽ മാസ് ഉള്ള ഗണ്ണ് ബാക്കിലോട്ട് പോയിരിക്കും. അതിനാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് വിളിക്കുക. സോ റീകോയിൽ വെലോസിറ്റി ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലോട്ട് പോകും. റീകോയിൽ വെലോസിറ്റി ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ m into small v by capital M. ഓൾറെഡി റിപ്പോർട്ടാണ്. m into small v by capital M. ഈ m എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റ്. അതൊരു പരീക്ഷയിൽ മാസ് ഓഫ് ബുള്ളറ്റ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. അതും അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാസ് ഓഫ് ഗണ്ണിന്റെ മാസും അവരുടെ. സോ ഇതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. നമ്മൾക്ക് ചിലപ്പോൾ ഓർമ്മയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ +1 minus mv by m. minus mv by m. ഇനി അടുത്തതാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഗംഭീരമായിട്ടുള്ള ഒരു കേസാണ് ഇനി അടുത്ത് പറയാനുള്ളത്. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തില് ഇത് എഴുതിയാവും. ഓക്കെ, അടുത്ത് പറയാം അല്ലേ? അടുത്ത് പറയാം. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ശ്രദ്ധിക്കാം. ഒരു ബോംബുണ്ട്. ഞങ്ങളുടെ സമാധാനം പേരാണ് ഫിസിക്സാര്, പക്ഷെ പ്രോബ്ലം ഒക്കെ ബോംബിലായിരിക്കും. ഒരു ബോംബുണ്ട്. ഈ ബോംബ് റെസ്റ്റിലാണ്. വേർതിരിക്കുന്ന ബോംബാണ്. മകളെ വേർതിരിക്കുന്ന പറയുമ്പോൾ വെറുതെ സ്ഥലത്തിരിക്കുകയാണ്. വേർതിരിക്കുന്ന ബോംബ്. മകളെ മൊമെന്റ് ഉണ്ടാവൂടാ. വെറുതിരിക്കുന്ന ബോംബിന് വെലോസിറ്റി ഇല്ല. അപ്പൊ മൊമെന്റ് ഉണ്ടോ? ആലോചിച്ച് പറയും. മൊമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു 0. സംശയം ഉണ്ടാവും. ഇനീഷ്യൽ മൊമെന്റം 0. കുഴപ്പമുണ്ടോ? ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. ഈ ബോംബ് 3 കഷ്ണമായിട്ട് ചില വൃത്തികെട്ട ചോദ്യങ്ങളാണ്. 3 കഷ്ണമായിട്ട് ഈ ബോംബ് ഉപയോഗിക്കുന്നത്. 3 പീസുകളായിട്ട് ഈ ബോംബ് ഉപയോഗിക്കുന്നത്. M1, M2, M3 എന്നുള്ള 3 പീസുകളായിട്ട് ബോംബ് ഉപയോഗിക്കുന്നത്. M1 T1 വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നു. M2 T2 വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നു. M3 T3 വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഈ 3 കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരും. അപ്പോ ആഫ്റ്റർ എക്സ്പ്ലോഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഇവിടെ 3 കഷ്ണങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
സോ വാട്ട് ഈസ് ഫൈനൽ മൊമെന്റം? മക്കളെ ഫൈനൽ മൊമെന്റം പറയുമ്പോ എന്ന് പറയുമ്പോൾ എക്സ്പ്ലോഷന് ശേഷമുള്ള മൊമെന്റം. എക്സ്പ്ലോഷന് ശേഷം ഇവിടെ 3 കഷ്ടമായി മാറുന്നത്. സോ P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്. സംശയം ഉണ്ടാവും. P1 പ്ലസ് P2 പ്ലസ് P3 ആഫ്റ്റർ എക്സ്പ്ലോഷൻ 3 കഷ്ണം ഉണ്ടോ? അപ്പൊ ബോംബ് പൊട്ടിത്തെറിക്കണേക്കാൾ മുമ്പ് ഫസ്റ്റിലായി മൊമെന്റ് 0. ശ്രദ്ധിക്കട്ടാ, തലയിൽ കൂടെ മറ്റേ പുക കടന്നു പോകും. ബോംബ് പൊട്ടിത്തെറിക്കണേക്കാൾ മുമ്പ് മൊമെന്റ് എത്രയായി? ബോംബ് പൊട്ടിത്തെറിക്കണേക്കാൾ മുമ്പുള്ള മൊമെന്റ് 0. എന്തുകൊണ്ടാ 0 വന്നേ? പറ. ബോംബ് പൊട്ടിത്തെറിക്കണേക്കാൾ മുമ്പ് എന്തുകൊണ്ടാ മൊമെന്റ് 0 വന്നേ? റെസ്റ്റിലായതുകൊണ്ടാ. ബോംബ് പൊട്ടിത്തെറിച്ചതിന് ശേഷം എത്ര പീസുകളായിട്ട് മാറുന്നുണ്ട്? ബോംബ് പൊട്ടിത്തെറിച്ചതിന് ശേഷം 3 പീസുകളായിട്ട് മാറുന്നുണ്ട്. P1, P2, P3. അപ്പൊ പൊട്ടിത്തെറിച്ചതിന് ശേഷം 3 P1 പ്ലസ് P2 പ്ലസ് P3. ഈ പൊട്ടിത്തെറിക്കുന്ന ഏത് ഫോഴ്സ് കാരണം ഉണ്ടാ? മക്കളെ, ബോംബിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് കാരണം കൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയും. ഏതൊരു സാധനം പൊട്ടിത്തെറിക്കുന്നത് ഇന്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാ. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് ഇന്റേണൽ ഫോഴ്സ് കാരണം കൊണ്ടാണ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നത്. ഈ എത്രയൊക്കെ ഇനീഷ്യൽ മൊമെന്റ് മാത്രം തന്നെയാണ് ഇനീഷ്യൽ മൊമെന്റ് മക്കളെ ഈക്വൽ ആയിരിക്കും. സീറോ ഇനീഷ്യൽ മൊമെന്റ് 0 ഈക്വൽ ടു ഫൈനൽ മൊമെന്റ് 3 കഷ്ണമായി മാറുന്നു. സോ P1 പ്ലസ് P2 പ്ലസ് P3. അതായത് ഈ 3 മൊമെന്റ് ആഡ് ചെയ്ത് നമുക്ക് 0 ആയിരിക്കും. 3 മൊമെന്റുകൾ ആഡ് കഴിഞ്ഞാൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. വളരെ വിശദമായ ക്വസ്റ്റ്യൻ. P3 ഈക്വൽ ടു P1 പ്ലസ് P2. 2 മൊമെന്റുകളുടെ സമ്മാണ് മൂന്നാമത്തെ മൊമെന്റം. 2 കേസുകളുടെ മൊമെന്റുകളുടെ മൊമെന്റത്തിന്റെ സം കിട്ടും. ഇതൊരു നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ കിട്ടുക അത് ഡയറക്ഷൻ നോക്കണവർക്ക്, മാഗ്നിറ്റ്യൂഡ് നോക്കണവർക്ക് എന്തിനാ, വെറും നമ്പർ മാത്രം നോക്കണവർക്ക് 2 മൊമെന്റുകളുടെ സമ്മാണ് മൂന്നാമത്തെ മൊമെന്റം. തെറ്റിക്കോ? ഒന്നുകൂടി ചെയ്യണം. ചെയ്യാം. തുടക്കത്തിൽ പോകുമ്പോൾ എന്തിനായിരുന്നു? തുടക്കത്തിൽ പോകുമ്പോൾ എന്താ നിങ്ങൾ പറയണം, അല്ലാതെ ഞാൻ മാത്രം പറയില്ല. തുടക്കത്തിൽ പോകുമ്പോൾ എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. അതെ, റെസ്റ്റിലാകുമ്പോൾ മൊമെന്റ് എത്രയാ? തുടക്കത്തിൽ റെസ്റ്റിലായിരുന്നു. So what is initial momentum? Initial momentum is equal to 0. Initial momentum 0. ആ ബോംബ് എത്ര കഷ്ണമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്? 3 M1, M2, M3 3 പൊട്ടിത്തെറിക്കുന്നു. ഉണ്ടാ? അപ്പോ ആഫ്റ്റർ എക്സ്പ്ലോഷൻ 3 പീസായിട്ട് മാറുന്നത്. എക്സ്പ്ലോഷന് ശേഷം 3 പീസായിട്ട് മാറുന്നത്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ മൊമെന്റ് എത്ര വരും? 3 പീസ് തെറിച്ചു പോകുന്നുണ്ടാ? 3 പീസായി തെറിച്ചു പോകുന്നുണ്ട്. അപ്പൊ മൊമെന്റം ആഫ്റ്റർ എത്ര വരും? P1, P2, P3. ശരിയാണോ? ആണോ? സമ്മതിച്ചെങ്കിൽ മാത്രം തെളി പറയുള്ളൂ. ആഫ്റ്റർ മൊമെന്റം ഈ 3 പേരുടെ സമമാണ്. കാരണം 3 പീസായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ശരിയാണോ? അതെ. അപ്പോ ഫൈനൽ മൊമെന്റം P1 പ്ലസ് P2 പ്ലസ് P3. യെസ്. പൊട്ടിത്തെറിക്കുന്ന ഏത് ഫോഴ്സ് ആണ്? ഇന്റേണൽ എക്സ്റ്റേണലാ? ചിന്തിക്കുക. പൊട്ടിത്തെറിക്കുന്ന ഏത് ഫോഴ്സാ? ഇന്റേണൽ എക്സ്റ്റേണലാ? ഇന്റേണൽ ഫോഴ്സ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് കൺസർവേഷൻ ലോ പ്രകാരം, ലോ ഓഫ് കൺസർവേഷൻ പ്രകാരം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ മൊമെന്റത്തിൽ മാറ്റമുണ്ടോ? പറ. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ബിഫോർ മൊമെന്റും ആഫ്റ്റർ മൊമെന്റ്. ഇനീഷ്യൽ മൊമെന്റും ആഫ്റ്റർ മൊമെന്റ് ശരിയല്ലേ? ഇതല്ലേ? പറഞ്ഞോ, പറഞ്ഞു മതി. യെസ്. തുടക്കത്തിലും 0. 0. പൊട്ടിത്തെറിച്ചതിന് ശേഷം കഷ്ണം. സോ P1 പ്ലസ് P2 പ്ലസ് P3. P1 പ്ലസ് P2 പ്ലസ് P3. ഇത് സംശയം എന്താ? ഇല്ല. ഈ മൈനസ് P3
സോ മൈനസ് P3 ഈക്വൽ ടു P1 പ്ലസ് P2. എന്തായാലും ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് ബോഡികളുടെ മൊമെന്റങ്ങളുടെ സമ്മാണ് മൂന്നാമത്തെ ബോഡിയുടെ മൊമെന്റം. ഇത്രേ ഉള്ളൂ. സോ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് മൂന്ന് കഷ്ടമായി മാറുമ്പോൾ രണ്ട് ബോഡികളുടെ മൊമെന്റങ്ങളുടെ സമ്മാണ് മൂന്നാമത്തെ മൊമെന്റം. ശരിയാണോ? ശരിയാണ്. അത്രേ പറയുള്ളൂ. അപ്പോ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് മൂന്ന് കഷ്ടമായി മാറുന്നു ഉറപ്പിച്ചോ, രണ്ട് ബോഡികളുടെ മൊമെന്റുകളുടെ സമ്മാണ് മൂന്നാമത്തെ ബോഡിയുടെ മൊമെന്റം. അപ്പോ ഞാൻ വേണമെങ്കിൽ ഒരു പ്രോബ്ലം കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമാക്കുന്ന ഞാൻ കാണിച്ചുതരാം. അത് നീറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നീറ്റിന്റെ ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. ഒരു ബോംബ് ഉണ്ട്. ഒരു ബോംബ് ഉണ്ട്. ഓക്കെ, റസ്റ്റിലാണ്, പൊട്ടിത്തെറിക്കുന്നു. മൂന്ന് കഷ്ടമായി പൊട്ടിത്തെറിക്കുന്നു. ഞാനത് നീറ്റിന്റെ പ്രോബ്ലം തന്നെ ഉദ്ദേശിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളാം. ഇത് ചോദിച്ചിട്ടുണ്ട്. മൂന്ന് കഷ്ടമായി പൊട്ടിത്തെറിക്കുന്നു. മൂന്ന് കഷ്ടമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. M1 നമ്പർ പറയാം. 2 കിലോഗ്രാം, 2 കിലോഗ്രാം, 4 കിലോഗ്രാം എന്നുള്ള മൂന്ന് കഷ്ടമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. ആദ്യത്തെ 2 കിലോഗ്രാം 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് പോകുന്നു. അടുത്ത 2 കിലോഗ്രാം 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. സോ ഈക്വൽ ആയിട്ടുള്ള 2 കിലോഗ്രാം ഉണ്ട്. അത് 2 കിലോഗ്രാമിനടുത്ത് ആൾക്കാരുണ്ട്. ആദ്യത്തെ 2 കിലോഗ്രാം 10 മീറ്റർ പെർ സെക്കൻഡ് പോകുന്നു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു 2 കിലോഗ്രാം 10 മീറ്റർ പെർ സെക്കൻഡ് പോകും. സോ 2 കിലോഗ്രാമുകൾ ഒരേ വെലോസിറ്റിയിൽ ഒരേ ഇതിലും പോകുന്നു. ശ്രദ്ധിക്കോ? 2 കിലോഗ്രാം ആൻഡ് 2 കിലോഗ്രാം ഒരേ വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് തേർഡ് ബോഡി? അതായത് വെലോസിറ്റി ഓഫ് 4 കിലോഗ്രാം ബോഡി എന്നാണ് ചോദിക്കുക. വെലോസിറ്റി ഓഫ് 4 കിലോഗ്രാം ബോഡി എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പെട്ടു. നമ്മള് മൂന്ന് കഷ്ടമായി മാറിയിട്ടുണ്ട്. സമ്മതിച്ചു. മൂന്ന് കഷ്ടമായി മാറിയിട്ടുണ്ട്. അതിന് 2 കിലോഗ്രാമുകൾ എന്താണ്? 2 കിലോഗ്രാമുകൾ രണ്ടുപേരുണ്ട്. അവര് 10 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പ്ലീസ് നോട്ട്. നാലാമത്തെ ബോഡിയുടെ മാസ് മക്കളെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് 3 കിലോഗ്രാമായി മാറുമ്പോൾ ഏതെങ്കിലും രണ്ട് ബോഡിയുടെ മൊമെന്റത്തിന്റെ സമ്മാണ് എന്ത്? പറ. ഇപ്പെടുത്തതാ. ഏതെങ്കിലും രണ്ട് ബോഡിയുടെ മൊമെന്റങ്ങളുടെ സമ്മാണ് തേർഡ് ബോഡിയുടെ മൊമെന്റം അല്ലെ? അപ്പൊ ഏതെങ്കിലും രണ്ട് ബോഡികളുടെ മൊമെന്റങ്ങളുടെ സമ്മാണ് തേർഡ് ബോഡിയുടെ മൊമെന്റം. സോ P1 plus P2 equal to P3. മൈനസ് ഒന്ന് കൂടി ഇട്ടാ. ഞാൻ മൈനസ് ഒന്നും എടുത്തിട്ടേ ഇല്ല. മൈനസ് ഒന്നും ഞാൻ നോക്കണില്ല. P1 പ്ലസ് P2 ആണ് P3. ഏതാ നമുക്ക് രണ്ട് ബോഡിയിൽ തന്നേക്കണേ? 2 കിലോഗ്രാമിന്റെ രണ്ടെണ്ണം. അതിന് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. പറയും നിങ്ങൾ 2 കിലോഗ്രാമിന്റെ രണ്ടെണ്ണം തന്നെ മൊമെന്റത്തിന്റെ സമ്മ എത്രയാ? P1 പ്ലസ് P2 നിങ്ങൾ ചെയ്യും. 2 കിലോഗ്രാമിന്റെ മാസിന്റെ വെലോസിറ്റി അത് നമുക്കറിയാം. മാസ് എത്രയാ? മാസ് 2. വെലോസിറ്റി വാട്ട് ഈസ് മാസിന്റെ വെലോസിറ്റി? 2 പറ. യെസ്, എനിക്ക് 2 കിലോഗ്രാം 2 കിലോഗ്രാം 10 മീറ്റർ. അടുത്ത 2 കിലോഗ്രാം 10 മീറ്റർ പെർ സെക്കൻഡ്. പറ മക്കളെ, നല്ല കുട്ടികളായിട്ട് പറ. വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് ഫസ്റ്റ് 2 കിലോഗ്രാം? പറയടാ, അതെങ്കിലും പറ. 20. ഓക്കെ, പ്ലസ് 20. അടുത്ത മൊമെന്റ് എത്രയാ? അടുത്ത 2 കിലോഗ്രാമിന്റെ സെക്കൻഡ് 2 കിലോഗ്രാമിന്റെ മൊമെന്റം 20. P3 മക്കളെ, P3 എന്ന് പറയുമ്പോ എത്രയാ? M3V3. ശരിയല്ലേ? M3V3. ഡൗട്ട് ഉണ്ടോ? സോ 40 equal to M3V3. ശരിയാണോ? 40 equal to M3V3 ശരിയാണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. 40 equal to M3V3 ആണ്. യെസ്, തെറ്റാണ്. സിമ്പിൾ ആണ്. തെറ്റാണ്.
തെറ്റാണ്. നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. എന്താ മറന്നുപോയത്? മൊമെന്റ് മൊമെന്റം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ആണ്. അത് നമ്മൾ മറന്നുപോയി. ഇതേപോലെ മറവികളാണ് എല്ലാവർക്കും ഉള്ളത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഫിസിക്സ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടഫായി മാറുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും കേടാ. അയ്യോ അത് ഇവിടെ വേണോ അവിടെ വേണോ എന്നൊക്കെ മറന്നു പോകും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇത്രയേ ഉള്ളൂ. മൊമെന്റം വെക്റ്റർ, വെക്റ്ററുകളെ നമ്പറുകൾ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് ആഡ് വെക്ടേഴ്സ് ജസ്റ്റ് ലൈക്ക് നമ്പേഴ്സ്. നമ്പേഴ്സ് ആഡ് ചെയ്യണ പോലെ 20 + 20 40 ഒന്ന് എഴുതി വെക്കാൻ സർ ഇതൊന്നുകൂടെ പറയൂ. നിങ്ങളെ ഇവിടെ പ്രശ്നത്തിലാക്കിയത് വെക്ടറാണ്. വെക്ടറാണ് നിങ്ങളുടെ ആൻസർ തെറ്റിച്ചത് കേട്ടോ. വെക്ടറാണ് ഇവിടെ ആൻസർ തെറ്റിച്ചത്. അപ്പോ 20 + 20 40 അല്ല വെക്ടറിൽ. മക്കളെ ഞാൻ ആൻസർ പറഞ്ഞുതരാം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഞാൻ എല്ലാം വേണമെങ്കിൽ പറഞ്ഞുതരാം. സെയിം ടർഷോട്ടുള്ള വെക്ടേഴ്സ് വരുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പോ വെക്ടർ അഡീഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാണ്. ഇത് ഈ ചാപ്റ്റർ അല്ല, കണ്ടോ 4 3 സെയിം ഡയറക്ഷൻ ആണോ? നോക്ക് 4 3 സെയിം ഡയറക്ഷൻ ആണോ? ആണ്. അപ്പൊ അതിന്റെ സമ്മ് ചെയ്യാൻ വെറുതെ എന്ത് ചെയ്താൽ മതി? 4 + 3 ചെയ്താൽ മതി. 7. 4 + 3 7. അപ്പൊ വെക്ടറിന്റെ സമ്മിനുള്ള ഞങ്ങൾക്ക് കുറച്ച് റൂളുകൾ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. 4 + 3 7 ചെയ്യാം. 4 3 മക്കളെ രണ്ടാമത്തെ സിനാരിയോ ശ്രദ്ധിക്കും. 4 സെയിം ഓപ്പോസിറ്റാ. ഓപ്പോസിറ്റ്. സമ്മ് എത്രയാണെന്നറിയോ? സമ്മ് സമ്മ് 1 ആണ്. കണ്ട, സമ്മ് 1 ആണ്. 4 + 3 1 അത് ഏത് ഡയറക്ഷൻ വന്നപ്പോ? ഓപ്പോസിറ്റ് വന്നപ്പോ. സെയിം ഡയറക്ഷൻ വരുമ്പോ വെറുതെ ആഡ് ചെയ്തോ. പിടിച്ചോ, സെയിം ഡയറക്ഷൻ വരുമ്പോ ആഡ് ചെയ്തോ. പഠിക്കാത്തതോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോ വലിയതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലിയതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ സമ്മായി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോ പെർപെൻഡിക്കുലർ വരുമ്പോ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ വരുമ്പോ സമ്മനുടിക്കാനുള്ള ഇക്വേഷൻ √(a² + b²). √(a² + b²). കണ്ടാ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റി. ബാക്കിയെല്ലാം കറക്റ്റാ നിങ്ങളുടെ. സോ പെർപെൻഡിക്കുലർ വരുമ്പോ സമ്മ് ചെയ്യാൻ √3² + 4² അല്ലെങ്കിൽ √(a² + b²). ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? അവരുടെ സ്ക്വയർ എടുത്തിട്ട് സമ്മ് ചെയ്ത് റൂട്ട് ചെയ്യുക. അതാണ് പെർപെൻഡിക്കുലർ വരുമ്പോ. ഇവിടെ പെർപെൻഡിക്കുലർ ആണോ മക്കളെ? ഈ പ്രവർത്തി ഇവിടെ പെർപെൻഡിക്കുലർ ആണോ? ആണോങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ആണ്. എത്രയാ? P1 20 ആണോ? P2 20 ആണോ? 20 20 പ്ലസ് ചെയ്താൽ 40 ആണോ? അതോ √(20² + 20² ആണോ? 40 എന്നാണോ എഴുതുന്നത്? അതോ √(20² + 20² ആണോ? പറഞ്ഞോ. റൂട്ട് എന്ന് വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. മനസ്സിലായവർക്ക് റൂട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 40 എന്ന് എഴുതാം. പറ. 20 20 വരുമ്പോ എന്താ ചെയ്യാ? 20 20 വരുമ്പോ sum is equal to √20² + 20², 20√2. സംശയം എന്നാ എവിടെ തെറ്റിയെന്ന് മനസ്സിലായ? എവിടെ തെറ്റിയെന്ന് മനസ്സിലായില്ലേ? തെറ്റിയത് അവിടെയാ. സം എടുത്തില്ല. സം എടുത്തപ്പോ പ്രശ്നമാണ്. അപ്പോ 20√2. ഈ 20√2 ആണ് P3. അപ്പോ 20 P1 + P2 20√2 = M3V3. 20√2 = M. ഗംഗേ അത് പറഞ്ഞാ 20√2 എങ്ങനെയാ വന്നതാണ്? ഓക്കെ, പറഞ്ഞുതരാം. √20² + 20² അല്ലേ? √20² + 20². എത്ര 20 ആണ് അവിടെ? √(x²) + x² എത്രയാ? പറഞ്ഞാൽ മതി. വെറുതെ പറഞ്ഞോ.
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. പറ, ബലൂണൊക്കെ വിടുന്നുണ്ട് ആരെങ്കിലും പറയും. 2x സ്ക്വയർ. അപ്പൊ 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ എത്രയാണ്? റൂട്ട് 2 into 20 സ്ക്വയർ ആണോ? അതെ. ആ റൂട്ട് ഞാൻ കൊടുക്കുന്നു. റൂട്ട് 2 മാത്രം സ്ക്വയർ റൂട്ട് 20യുടെ പോലെ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറും റൂട്ടും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ M3V3 20 റൂട്ട് M3 4 കിലോഗ്രാം വന്നിട്ടുണ്ട്. M3 4 കിലോഗ്രാം വന്നിട്ടുണ്ട്. സോ 20/4. 20/4 is 5. 5 will do this answer. 5 root. അതാണ് ഈ പ്രോബ്ലം. എത്തിക്കോ? The next one is friction. Friction എടുത്താണ്. What do you mean by friction? What do you mean by friction? പറ. Force which opposes. Force which opposes relative motion. Force which opposes relative motion. Relative motion ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുക. മക്കളെ ശ്രദ്ധിക്കടാ, ഫ്രിക്ഷന് യെസ്, ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ഒപ്പോസിങ് മോഷൻ. യെസ്, ശ്രദ്ധിക്കുക. ഫ്രിക്ഷൻ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് അല്ല. നിങ്ങൾക്ക് കാര്യമായിട്ട് ഫിസിക്സിൽ എന്തോ ഭീകരമായിട്ടുള്ള എറർ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ, അത്രേ ഉള്ളൂ. ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ഒപ്പോസസ് ദ മോഷൻ. തെറ്റാ. ഒപ്പോസസ് ദ മോഷൻ എന്ന് പറഞ്ഞ സാധനം തെറ്റാ. ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ, അതാണ് ശരി. റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ, ഒരാളുടെ ബോഡി മോളിൽ കൂടെ മറ്റേ ബോഡി മൂവ് ചെയ്യുക, അതാണ് റിലേറ്റീവ് മോഷൻ. ഇതാണ് റിലേറ്റീവ് മോഷൻ. ഞാൻ കാണിക്കാൻ തന്നെ അവിടെ കൈ കൊണ്ട്. ഇതാണ് റിലേറ്റീവ് മോഷൻ. അപ്പോ ഒരു ബോഡിയുടെ മോളിൽ കൂടെ മറ്റു ബോഡി മൂവ് ചെയ്യുന്നതാണ് റിലേറ്റീവ് മോഷൻ. ഇപ്പോ ഒരു വീട്ടില് ഒരു പന്ത് നമ്മുടെ ഒരു ഫ്ലോറിൽ കൂടെ ഉരുട്ടി വിടുക, റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യും. നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ പന്ത് അവിടെ നിൽക്കും. അത് ഒരു ടേബിള് അല്ലെങ്കിൽ ചെയർ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ കാലുകൊണ്ട് തട്ടിയിട്ട് എന്ത് ചെയ്യുക, ഫ്ലോറിൽ ഇങ്ങനെ മൂവ് ചെയ്യുക, റിലേറ്റീവ് മോഷനാണ്. അപ്പൊ ഫ്രിക്ഷൻ റിലേറ്റീവ് മോഷനാണ് ഒപ്പോസ് ചെയ്യണം, മോഷനെ അല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, നമ്മൾ മടിയൻ എന്ന് പറഞ്ഞാൽ മടിയനാണെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്ത് ഇരിക്കുക, ഞാനാണെന്ന് വിചാരിക്കും, എനിക്ക് ഭയങ്കര മടിയാണ്, ഞാൻ ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കാം. അപ്പൊ എന്നോട് ഒരാൾ വന്ന് പറയും, ഒരു സാധനം എടുക്കാൻ പറയും. അപ്പൊ എനിക്ക് അവിടെ പോയി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ സാധനം ഇരിക്കുന്ന ഒരു ടേബിളിന്റെ മുകളിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ടേബിൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ നോക്കും. ശരിയല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട്. മടിയന്മാര് അവിടെ പോയി എടുക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടേബിളിന്റെ അറ്റത്തിരിക്കുന്ന സാധനം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ടേബിളിൽ ഇങ്ങനെ പിടിച്ചു വലിക്കും. വലിക്കില്ലേ? ഇല്ലേ? ഈ ടേബിള് പിടിച്ചു വലിക്കുന്ന സമയത്ത് ഈ ടേബിളിൽ കൂടെ ടേബിളിന് മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് വരില്ലേ നമ്മുടെ അടുത്തേക്ക്? ഉണ്ടോ? ഉണ്ട്. നമ്മൾ ടേബിൾ പിടിച്ചു വലിച്ച്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ടേബിൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ടേബിൾ മാത്രമല്ല വരിക, ടേബിളിന്റെ മുകളിലുള്ള ക്ലോത്ത് വരും, ക്ലോത്തിന്റെ മുകളിൽ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും. ഫ്രിക്ഷൻ കാരണം അത് വരുന്നത്. അപ്പൊ ടേബിളിനെയാണ് നിങ്ങൾ പിടിച്ചു വലിക്കുന്നത്. അപ്പൊ ടേബിളാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ മൂവ് ചെയ്യുന്ന ആരെയാണ്? ടേബിളിനെയാണ്. പക്ഷെ ടേബിളിന്റെ മുകളിലേക്ക് ഉള്ള ബോഡികൾ നിങ്ങൾ പിടിച്ചു വലിച്ചിട്ടാണോ വരുന്നത്? അല്ല. നിങ്ങൾ ആരെയാണ് പിടിച്ചു വലിക്കുന്നത്? നിങ്ങൾ ടേബിളിനെയാണ് പിടിച്ചു വലിക്കുന്നത്. ടേബിളാണ് നിങ്ങളുടെ ഇതിനനുസരിച്ച് വരുന്നത്. പക്ഷെ അതിന്റെ മുകളിലുള്ള ബോഡികൾ ടേബിളിന്റെ ഒപ്പം വരുന്നത് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകും. സോ ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ദ മോഷൻ. ആ ടേബിളിന്റെ മുകളിലുള്ള ബോഡികളെ മൂവ് ചെയ്തത് ആരാണ്? ഫ്രിക്ഷൻ ആണ്. സോ ഫ്രിക്ഷൻ മോഷനെ ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം. അപ്പൊ ഫ്രിക്ഷൻ ഒപ്പോസിങ് ദ മോഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, തെറ്റാന്ന് വിചാരിക്കണം. ഫ്രിക്ഷൻ ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ഒരു ബോഡിയുടെ മുകളിൽ കൂടെ മറ്റു ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല.
ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കോട്ടാ. ഫ്രിക്ഷൻ മെയിനായിട്ട് കാൽക്കുലേറ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. മെയിനായിട്ട് സ്റ്റാറ്റിക് ഉണ്ട്, കൈനറ്റിക് ഉണ്ട്. മക്കളെ സ്റ്റാറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാ, പറ. സ്റ്റാറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറ. It's a friction force acting on a body. Friction force acting on a body which is at rest. It is a friction force acting on a body which is at rest, but tends to move. It is a friction force acting on a body which is at rest, but tends to move. എന്നർത്ഥം വെറുതെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുമേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ. വെറുതെ റെസ്റ്റിൽ നിന്ന് മാത്രമല്ല, അതിന് മൂവ് ചെയ്യാൻ എന്തുണ്ട്, ഒരു ടെൻഡൻസി കാണിക്കണം. മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു ബോഡിയുമേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ, അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ. പക്ഷെ ആ റെസ്റ്റിലിരിക്കുന്ന ബോഡി എന്ത് ചെയ്യാൻ നോക്കണം, മൂവ് ചെയ്യാൻ നോക്കണം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കട്ടാ, നമ്മുടെ ടേബിൾ ഉണ്ട്, വലിയ ടേബിൾ അല്ലെങ്കിൽ കട്ടിലായിക്കോട്ടെ, കട്ടിലാണ് ബെസ്റ്റ്. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ കട്ടിലുണ്ട്. അപ്പൊ ഈ കട്ടില്, ഈ കട്ടിൽ റെസ്റ്റിലാണോ? റെസ്റ്റിലാണ്. ഈ കട്ടില് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടോ? ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. വെറുതെ ഒരു കട്ടില് റൂമിൽ ഇരിക്കുന്നുണ്ട്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വെറുതെ ഇരിക്കുന്ന ഒരു കട്ടിലുമ്പോ ഫ്രിക്ഷൻ ഇല്ല, വെറുതെ ഇരിക്കുന്ന ടേബിളുമ്പോ ഫ്രിക്ഷൻ ഇല്ല, ചെയറുമ്പോ ഫ്രിക്ഷൻ ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് തള്ളുന്നു, നോക്കുന്നു. നമുക്കറിയാം കട്ടില് ഭയങ്കര അധികം ഹെവി ആയ കാരണമുണ്ട്. നമ്മൾ കൈകൊണ്ട് തള്ളലൊന്നും എന്ത് ചെയ്യില്ല, അത് മൂവ് ചെയ്യില്ലേ? പറ. ചെറുതായിട്ട് കൈ കൊണ്ട് പുഷ് ചെയ്തു, കട്ടിലിനെ മൂവ് ചെയ്യോ? ഇല്ല. പക്ഷെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മള് പുഷ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ കട്ടിലിന് ഒരു ടെൻഡൻസി ഉണ്ട് എവിടേക്ക് മൂവ് ചെയ്യാൻ. ടെൻഡൻസി ഉള്ളൂ, മൂവ് ചെയ്തിട്ടില്ല. ഒരാഗ്രഹം, ചെക്കൻ അപ്പോൾ അവിടെ എന്ത് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ആ മൂവ്മെന്റ് ഫോഴ്സ് ചെയ്യാൻ നോക്കും. അത്തരം ഫ്രിക്ഷൻ. അപ്പോ കട്ടില് മൂവ് ചെയ്തോ മക്കളെ? ഇല്ല, മൂവ് ചെയ്തിട്ടില്ല. പക്ഷെ കട്ടില് മൂവ് ചെയ്യാൻ എന്തുണ്ട്, ഒരു ടെൻഡൻസി രൂപപ്പെടുന്നുണ്ട്. എന്നുള്ള ടെൻഡൻസി രൂപപ്പെടുന്നത് നമ്മൾ ചെറുതായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതാണ് ഏത് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു ബോഡി ഫ്രിക്ഷൻ ഇല്ല. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല ഫിസിക്സ്. വെറുതെ ഇപ്പൊ എന്റെ മുമ്പിൽ, ഞാനിവിടെ ക്ലാസ് എടുക്കണ മുമ്പിൽ കുറെ അധികം ബെഞ്ചിന്റെ ഡെസ്കുകൾ വെറുതെ കിടക്കുന്നുണ്ട്. ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല. അവര് വെറുതെ അവിടെ കിടക്കുകയാണ്, റെസ്റ്റിലാണ്, വെറുതെ കിടക്കുന്നു, നോ ഫ്രിക്ഷൻ. ഞാൻ ആ ബെഞ്ചിന്റെ ഡെസ്ക് വെക്കുന്നത് ചെറുതായിട്ട് കൈ വിരലുകൊണ്ട് പുഷ് ചെയ്യുന്നു. അപ്പൊ അവര് മൂവ് ചെയ്തിട്ടില്ല, മൂവ് ചെയ്യുന്നില്ല, കാരണം എന്റെ കൈ വിരലിന് അത്ര ശക്തിയില്ല. അപ്പൊ ഒരു ബെഞ്ച് ഡെസ്കിനെ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കി, അവ മൂവ് ചെയ്തില്ല. പക്ഷെ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുന്നു, മൂവ് ചെയ്യുന്നില്ല. അതാണ് സ്റ്റാറ്റിക്. മൂവ് ചെയ്യുന്ന സ്റ്റാറ്റിക്, അതാണ് ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മനസ്സിലായോ? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, ഒരു ബോഡി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞ പേരാണെന്ന് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറയുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ തന്നെ വാല്യൂ ആണ്, മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത് 10 ന്യൂട്ടനാണ്. ശ്രദ്ധിക്കാൻ, 10 ന്യൂട്ടനാണ് ഇവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഫ്രിക്ഷൻ എത്രയാ? 10 ന്യൂട്ടൺ. ഓൺലി 10 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫ്രിക്ഷൻ എന്ന് വിചാരിക്കാം. വിചാരിച്ചു ഞാൻ ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, അപ്ലൈഡ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഞാൻ ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നില്ല, 0 ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്രിക്ഷൻ? പറ. ഞാനിവിടെ 0 ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്രിക്ഷൻ? പറ. ഞാൻ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നില്ല. ഫ്രിക്ഷൻ എത്രയാ?
ഫ്രിക്ഷൻ 0 0 കേട്ടാ. മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഫ്രിക്ഷൻ 0. ഓക്കെ, ഞാൻ 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കും. 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഞാൻ എത്ര ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് മക്കളെ? 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ഫ്രിക്ഷൻ 2 ന്യൂട്ടനാ. ഭയങ്കര കണ്ണിങ് പ്ലെയർ ആണ് അവര് ഫ്രിക്ഷൻ. മാക്സിമം ഫ്രിക്ഷൻ എത്ര വരെ പോകുന്നുണ്ട് പറ? മാക്സിമം 10 വരെ പോകുന്നുണ്ട്. 10 വരെ തരാനുള്ള കഴിവുണ്ട് അവന്. പക്ഷേ നമ്മൾ എത്ര തന്നെ നോക്കിയിരിക്കും. 10 വരെ തരാനുള്ള കഴിവുണ്ട്. ഓക്കെ, നമ്മൾ 2 കൊടുത്തുള്ളെങ്കിൽ ചെക്കൻ 2 തരുള്ളൂ. വൃത്തി ഈ ചീട്ട് കളിക്കണ പോലെയാ. അവിടുന്ന് എന്ത് കാടായിരുന്നേ അത് വെച്ചാൽ ഇവിടുന്ന് കാട്ടില്ലല്ലോ. അപ്പോ ഇവിടുത്തെ നമ്മൾ നമ്മളങ്ങനെ ഇൻട്രസ്റ്റ് നമ്മള് 5 നമ്മൾ 8 നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്രിക്ഷൻ ഇങ്ങനെ മാറ്റി തന്നുകൊണ്ടേയിരിക്കും. അത്ഭുതമാണ് ഫ്രിക്ഷൻ. വൃത്തിയിടവനാ ഈ സിനാരിയോ. മാക്സിമം ഫ്രിക്ഷൻ എത്രയാ? 10. നമ്മളത് കൊടുത്തിട്ടില്ല. നമ്മളിപ്പോഴും 9 ന്യൂട്ടനാ കൊടുത്തിട്ടുള്ളൂ, 9 കൊടുത്തിട്ടുള്ളൂ. ഫ്രിക്ഷനേക്കാൾ കുറവാ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബോഡി മൂവ് ചെയ്യില്ല. ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതാണ് ഫ്രിക്ഷൻ. നിങ്ങൾ എത്രയാണോ അതാണ് ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് നോ ഇക്വേഷൻ ഫോർ ഫ്രിക്ഷൻ. നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതാണ് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്തില്ലെങ്കിൽ അതാണ് ഫ്രിക്ഷൻ. നമ്മൾ 10 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എത്ര വരും? 10 ന്യൂട്ടൺ തിരിച്ചു വരും. ഫ്രിക്ഷൻ 10 ന്യൂട്ടൺ തിരിച്ചു വരും. അപ്പം എന്ത് സംഭവിക്കും? ബോഡി മൂവ് ചെയ്യില്ലേ? നമ്മൾ 10 കൊടുക്കുന്നു, ഫ്രിക്ഷനും 10 തിരിച്ചു വരുന്നു. നമ്മൾ കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. ബോഡി മൂവ് ചെയ്യോ? പറ. യെസ്, ഗുഡ്. ബോഡി starts moving. ബോഡി മൂവ് ചെയ്യൂട്ടോ. അപ്പൊ നമ്മൾ 10 കൊടുക്കുന്നു, ഫ്രിക്ഷനും 10 വരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴാണോ മാക്സിമം ഫ്രിക്ഷനോട് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നത് അപ്പൊ ബോഡി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ബോഡി സ്റ്റാർട്ട്സ് മൂവ്. ഇതാണ് ഫ്രിക്ഷൻ. അപ്പോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ആണ്. അതിനേക്കാൾ കുറവ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ബോഡി എന്ത് ചെയ്യില്ല. അതിനേക്കാൾ കുറവ് 10നേക്കാൾ കുറവാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ബോഡി മൂവ് ചെയ്യോ? ഇല്ല. ബോഡി സമയത്തൊക്കെ എന്താ ഫ്രിക്ഷൻ? നമ്മൾ കൊടുക്കുന്നതാണ് ഫ്രിക്ഷൻ. നമ്മൾ അത് ഫ്രിക്ഷൻ. നമ്മൾ 8 കൊടുത്താൽ 8 ആണ് ഫ്രിക്ഷൻ. 9 കൊടുത്താൽ 9 ഫ്രിക്ഷൻ. 9.5 കൊടുത്താൽ 9.5 ആണ് ഫ്രിക്ഷൻ. 10 കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ബോഡി മൂവ് ചെയ്യാൻ നടക്കും. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കുഴപ്പമുണ്ടോ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോ നോട്ട് നമുക്ക് നോക്കാം കേട്ടാ. യെസ്. അപ്പോ ലോസ് ഓഫ് മോഷൻ ആണ്. ഫ്രിക്ഷന്റെ ചെറിയ ഭാഗം കൂടി ബാക്കിയുണ്ട്, കുഴപ്പമില്ല. 9th ക്ലാസ് ആണ്. അപ്പോ ഈ തന്നൊക്കെ ഒന്ന് പഠിക്കുക, കേട്ടില്ലേ? ഈ തന്നതൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ പോയിന്റിലൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇമ്പൾസ്, കണക്റ്റഡ് ബോഡീസ്, പുള്ളീസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രിക്ഷനിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഡൗട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അവർ സജ്ജീകരണം ചെയ്തു തരും. അപ്പോൾ ഡൗട്ടിലുണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഡൗട്ടിൽ സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ആൻസേഴ്സ് തരാം, കേട്ടില്ലേ? ഈ എല്ലാം കൂടി ഓൺലൈനിൽ വരുമ്പോഴേ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡൗട്ടിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ആ പറഞ്ഞ നമ്പറുകളിലേക്ക് ചോദിക്കാം. അപ്പൊ അതനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടാ. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടാറ്റ, ബൈ ബൈ. നാളെ നമുക്ക് ഒരു 7 മണിക്ക് തുടങ്ങിയാൽ മതിയില്ലേ? ഈ നോമ്പ് തുറയുടെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് കുറെ പേര്. നോമ്പ് സീസൺ ആണ്. അപ്പൊ ഒരു 6:45 എന്തൊരു ബാങ്ക് കൊടുത്തിട്ട് ഫുഡ് ഉണ്ട്. അപ്പോ നാളെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാം.